പിറവിക്കു ശേഷമുള്ളോരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള യാത്ര. പിറവിക്കു ശേഷമുള്ളോരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള യാത്ര. ഞാനെന്തു നേടി മണ്ണിൽ, നീ എന്തു നേടി മണ്ണിൽ, ഞാനെന്തു നേടി മണ്ണിൽ, നീ എന്തു നേടി മണ്ണിൽ. നേടിയതെല്ലാം മണ്ണിനു നൽകി മണ്ണിലലിയാനുള്ള യാത്ര, മണ്ണിലലിയാനുള്ള യാത്ര. അഭിവന്ദ്യ സദസ്സിന് സ്വാഗതം. 80കളിൽ മലയാള നാടകവേദിയെ സജീവമാക്കിയ എസ് എൽ പുരം രചിച്ച് സൂര്യസോമ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കാട്ടുകുതിര എന്ന നാടകം ഒരു ക്ലാസ് റൂം പ്രൊഡക്ഷനായി പോലും ആലോചിക്കാൻ പാടില്ല എന്നറിയാഞ്ഞിട്ടല്ല. എങ്കിലും ഞങ്ങൾ ആ സാഹസത്തിന് മുതിരുകയാണ്. 10,000-കണക്കിന് കാണികളെ ത്രസിപ്പിച്ച് രാജൻ ബി ദേവ്, തിലകൻ എന്നീ അസാധാരണ നടന്മാർ അരങ്ങിലും വെള്ളിത്തിരയിലും അവതരിപ്പിച്ച് അനശ്വരമാക്കിയ കാട്ടുകുതിരയെ പുനരാവിഷ്കരിക്കാനും കഥാപാത്രങ്ങളെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുമുള്ള അതിയായ ആഗ്രഹം മൂലം ഞങ്ങൾ ഈ നാടകം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ നാടകം അനശ്വരമാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. കാട്ടുകുതിര. സംവിധാനം ബോണി ജോസ് ചിറ്റാട്ടുകര. സംവിധാന സഹായം ആൻസൺ ആന്റണി. സംവിധാന സഹായവും സംഗീത നിയന്ത്രണവും അനുഷ്മ പ്രശോഭ്. സംഗീതം സരിത അജിത്. വിളിച്ചുവിധാനം ഷിബു ജോൺ. രംഗപടം ഹരികുമാർ കിടങ്ങൂർ ആൻ സജു മുകുന്ദ്. വസ്ത്രാലങ്കാരം ശ്രീവിദ്യ വിനോദ്. രംഗപശ്ചാത്തല സജ്ജീകരണം പ്രദീപ് മാധവൻ, അനിൽകുമാർ ആൻ സത്യൻ കല്ലേരി. സ്റ്റേജ് മാനേജർ ഷിബു ശിവശങ്കരൻ. പരസ്യകല ഹരീഷ് മേനോൻ. ചമയം സജീവൻ കണ്ണപുരം. ശബ്ദനിയന്ത്രണം പ്രദീപ് BKS. സാങ്കേതിക സഹായം വിനു രഞ്ജു. പ്രൊമോ ആൻഡ് പബ്ലിസിറ്റി ജയകുമാർ വയനാട്. ഫോട്ടോഗ്രാഫി BKS ഫോട്ടോഗ്രാഫി ക്ലബ്. പ്രത്യേക നന്ദി കോൺവെക്സ് മീഡിയ ആൻഡ് ലൈവ് FM റേഡിയോ. കഥാപാത്രങ്ങളും വേഷമിട്ടവരും: കൊച്ചുവാവ മനോഹരൻ പാവറട്ടി. മങ്ക ജയ ഉണ്ണികൃഷ്ണൻ. രാമൻ നായർ പ്രശോഭ് വെങ്ങാനൂർ. കല്യാണി ശ്രീകല രാജേഷ്. മോഹൻ വിജേഷ് ഉണ്ണിരാജൻ. ചാരുലത അശ്വിനി ശെൽവരാജൻ. ബാലകൃഷ്ണ മേനോൻ പ്രേംജി. സുകുമാരൻ നിജേഷ് മാള. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമ അവതരിപ്പിക്കുന്നു കാട്ടുകുതിര. ചന്ദ്രശേഖര ചതിക്കലടാ മോനെ, ആരും ഓടണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനാ പറയണേ. ഒന്നുമില്ല. രാമനായർ ഭയപ്പെടേ, നല്ല കഥയായി. ചന്ദ്രശേഖരൻ കണ്ടിരിക്കണു. ചന്ദ്രശേഖരനോ? കോലത്ത് വലിയ ഉമ്മനെ ചന്ദ്രശേഖരൻ. അതിനിപ്പോ ചന്ദ്രശേഖരൻ പോയില്ലേ? രാമനാട് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മനസ്സിലായിരുന്നോ? സാരില്ല. രാമനാരായിരുന്നല്ലോ ചന്ദ്രശേഖരന്റെ പാപ്പാൻ.
തമ്പുരാട്ടി ഇതൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. ഇത് എന്നും കേൾക്കണതല്ലേ രാമൻ നായരെ? അല്ല തമ്പുരാട്ടി, ഇതെന്നും കേൾക്കുന്നത് പോലെ അല്ല. ചന്ദ്രശേഖരനെ തിടുമ്പെടുത്ത് എഴുന്നള്ളിച്ചങ്ങനെ നിർത്തിക്കണു. ആറാട്ടിനെ അവൻ എഴുന്നള്ളിച്ച് നിർത്തിക്കുന്നത് തമ്പുരാട്ടി കണ്ടിട്ടുണ്ടാവോ? എങ്ങനെ കാണാനാ, അന്ന് ജനിച്ചിട്ട് കൂടി ഇല്ലാലോ. ഓ വരണു, ഞാൻ ഈ മരുന്നൊന്ന് കൊടുത്തിട്ട് വരാം രാമൻ നായരെ. ഒന്ന് കേട്ടിട്ട് പൊക്കോളൂ കൊച്ചമ്പ്രാട്ടിയെ. എഴുന്നള്ളിച്ച് നിർത്തിക്കുന്ന ചന്ദ്രശേഖരന്റെ വാലുമേലെ ഒരു ഒരു ഗുരുത്വ ദോഷി ഒറ്റ പിടി. ഉടനെ ചന്ദ്രശേഖരൻ വരണ്ടു. രാമൻ നായര് തടഞ്ഞു. ഇല്ല, ചന്ദ്രശേഖരൻ വരണ്ടില്ല. കഴിഞ്ഞില്ലേ? ഇല്ല തമ്പുരാട്ടിയെ, അങ്ങനെയാണ് രാമൻ നായരുടെ വാലേ. ഹൈ, രാമൻ നായർക്ക് വാലോ? എന്തായി ഞാൻ പറയണേ? ഇതാര്? കുറത്ത് കല്യാണിയോ? അല്ല, മുറത്തി കല്യാണി അല്ല. പിന്നെ പുത്തമാളികയിലെ പെണ്ണെ പഠിക്കാൻ പോയി. പൊക്കോട്ടെ. ഇത് കേളന്ന് ചൂടുള്ള വാർത്തയാവും. പഠിത്തവും പരീക്ഷയും കഴിഞ്ഞ് പെണ്ണ് വന്നപ്പോഴേ പെണ്ണിന്റെ വയറ്റിലൊരു കൊച്ച. പെണ്ണ് അറിയണ്ടോ? വിഴുങ്ങിയതാവും. ഇഴിഞ്ഞതാണാ വിഴിഞ്ഞതാണാ എന്ന് പെണ്ണിനോട് ചോദിക്കണം. അവിടെ അതെ പെണ്ണിന്റെ അമ്മ അച്ഛനും കൂടെ പെണ്ണിനെടുത്തിട്ട് അങ്ങാട്ട് അലക്കണ്. അതെന്തായാലും വേണ്ടിയിരുന്നില്ല. പണിക്കർ അദ്ദേഹത്തിന്റെ മോനെ അങ്ങ് ദുബായി പോയി. വാർത്ത നമ്പർ 2. നമ്പരിട്ട് ഭാര്യയും 2 മക്കളും പെരയിലുള്ളതാണ്. ദുബായിന്ന് വന്നപ്പോഴേ കൂട്ടത്തിലൊരു പെണ്ണ് കൂട്ടത്തിലുള്ള വിവരം ഞാൻ അറിഞ്ഞില്ലേന്ന് ചെക്കൻ. കല്യാണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പെണ്ണ്. ഇപ്പൊ വന്നതും നിന്നതും തമ്മിലടി. ചെക്കൻ എന്തോ ചെയ്യും? അതും കൂടെ കല്യാണം എങ്ങോട്ട് പറഞ്ഞോളൂ. അതൊക്കെ പെൺപിള്ളാരെ ചതിച്ചു കിടക്കുമ്പോ ഓർക്കണം. അതിനിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു താക്കീത് ആവശ്യം ഉണ്ടായിരുന്നോ? പോട്ടെ, എടുത്തോ, പോട്ടെ. നോക്കണോ? എടുക്കാന് എനിക്ക് പോണം. കല്യാണി ഇതെന്താ പറയണേ? ഞാൻ എടുത്ത കല്യാണി പൊങ്ങോ? കല്യാണിയോട് വെള്ളത്തിനെടുക്കരുത്. ചായക്കടക്കാരൻ പിടിച്ചു വെച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് കാശാ തരാൻ പറഞ്ഞത്. കല്യാണി ഒന്ന് പതുക്കെ പറയാ, കൊച്ചമ്പ്രാട്ടി കേക്കണ്ട. എന്നാ കാശെടു. ചായക്കട വെച്ച് വാങ്ങിയ കാശ് ചായക്കട വെച്ച് തന്നെ ചോദിക്കുന്നതിന്റെ ഭംഗി. എവിടെ? എന്താ കിടക്കണേ? എവിടെയാ കിടക്കണേ? കുന്തം അല്ല കൊട. രണ്ടും ഒന്ന് തന്നെയാ. കായ വേണേ, ഞാനിനി ചായക്കടയിൽ പോയി. സത്യം പറയാലോ കല്യാണി, കടം വാങ്ങിയ കാശ് തിരിച്ചു തരണമെന്ന് കലശലായ ആഗ്രഹമുണ്ട്. കയ്യിലില്ല. നാണമുണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? കാലത്തെ വലിയ ആനക്കാരനാണെന്നും പറഞ്ഞ് നടക്കണ്. കോലോത്തിന്റെ മഹത്വമൊക്കെ പോയില്ലേ കല്യാണിയെ? കോലോ കൊച്ചുവാവ മുതലാളിക്ക് വിറ്റു. അറിയില്ലേ പുത്തൻ പണക്കാരനെ? കൊച്ചുവാവ മുതലാളി. അറിയാവേ, അറിയാം. ഇങ്ങനെ തെറി പറയണ ഒരു മുതലാളി, അത് പച്ച തെറി. ഒരുത്ത ഉടുത്തൊരുങ്ങി വാല് പോലെ നടപ്പണ്ടല്ല. കാര്യസ്ഥനാ ബാലകൃഷ്ണ മേനോൻ, ബിഎക്കാരനാത്രേ. ആരായിട്ട് എന്താ പുണ്യം? തെറി കേട്ട് കേട്ടെ അതങ്ങാട്ട് ഉണങ്ങിപ്പോയി. മനുഷ്യരിങ്ങനെ തെറി പറയുവാ. അതെ, പണ്ട് ചെത്തുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരനായി. എന്തും പറയാം. ആരാ ചോദിക്കാൻ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിട്ടപ്പോ വെള്ളം അറിഞ്ഞ? അതിനിപ്പോ ഞാനാണോ വിറ്റത്? ആര് വിറ്റാലും വിറ്റാനാണ് കല്യാണി പോയി. അതിനിപ്പോ വിറ്റോർക്ക് ഇവിടെ ഉണ്ടോ? ഇത് പൊതു സ്വത്തായിരുന്നില്ലേ തറവാട്? അവകാശികളിലെ കുറച്ചു പേര് അങ്ങ് മലേഷ്യയില്, കുറച്ചു പേര് കൽക്കട്ടയില്, കുറച്ചു പേരോ അങ്ങ് ബോംബെ. അവർക്കൊക്കെ അവിടെ വേരുമായിരിക്കണോന്ന് കൂട്ടിക്കൊള്ളൂ. പിന്നെ അവർക്ക് എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാരും കൂടി നടന്ന് അങ്ങോട്ട് വിറ്റു. ആ തമ്പുരാട്ടിമാർക്ക് മാത്രം പോക്കണമില്ലാത്തോണ്ട് അതും കൂടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ? വാസ്തവം വാസ്തവം.
അതെ, വിറ്റിട്ട് അവരെവിടേക്കാ പോവാ? ആ 2 മുറികളെ അവരുടെ ഓഹരികളായിരുന്നല്ലോ, അവരവിടെ കൂടി. അവരെ സഹായിക്കാൻ ഞാനും. അതേതായാലും നന്നായി, സഹായത്തിന് കിട്ടിയ ആള് ഫസ്റ്റ്. എനിക്കറിയാൻ കല്യാണിയെ, എന്നെ ഒന്നിനും കൊള്ളില്ല. കുട്ടിക്കാലത്ത് ഈ കോലോത്ത് വന്നു കയറി. ഇനി സിദ്ധി കൂടുന്നതും ഇവിടെ തന്നെ ആയിക്കോട്ടെ. വല്ലതും പോയി കല്യാണം കഴിച്ച അച്ഛനെ പൊറപ്പിച്ച് കഴിയേണ്ട മനുഷ്യനെ. ഇനിയോ കല്യാണം? നല്ല കഥ. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. അത് പിന്നെ കല്യാണക്കാര്യത്തില് കല്യാണിയുടെ കാര്യവും കണക്കാ. ഞാൻ ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. എന്റെ കാര്യം നേരെ മറിച്ച കല്യാണിയെ. വേണോ വേണോ തന്നെയായിരുന്നു ആഗ്രഹം. വരട്ടെ വരട്ടെ എന്ന് കരുതി കാത്തിരുന്നു. കാലം പോയത് അറിഞ്ഞില്ല. അയ്യോ പാവം. അല്ല കല്യാണിയെ, ഒരു സംശയം. കല്യാണി കാണുമ്പോഴെല്ലാം ചോദിക്കണം തോന്നാറുണ്ട്, തരപ്പെടാറില്ലേ? ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചോട്ടെ. പിന്നെ എന്താണ് ചോദിച്ചോ? ഈ പരന്ന ഭൂമിയിലെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാൻ കല്യാണിക്ക് ദുഃഖം തോന്നാറില്ലേ? എന്തേ, ദുഃഖമില്ലാന്നുണ്ടോ? പിന്നെ ഇല്ലാണ്ട് വരുവോ? ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ അങ്ങാട്ട് കുറഞ്ഞു കിടമ്പോ ഞാൻ കൊറേ കക്കവാരിട്ട് അങ്ങാട്ട് നീറ്റും. അതിന്റെ ആ നാറ്റും ആ ചൂടും ഒക്കെ കേൾക്കുമ്പോ ഇമ്മിണി സമാധാനം കിട്ടും. ഞാൻ പിന്നെ ചുണ്ണാമ്പെടുത്തങ്ങാട്ട് കച്ചാർത്തിന് പോവും. കല്യാണിക്ക് നീറ്റാൻ കക്കെങ്കിലും ഉണ്ട്, എനിക്ക് നീറ്റാനോ ഈ മനസ്സ് മാത്രം. പോട്ടെ, പോയ കുട്ടി ആന പിടിച്ചാ കിട്ടുവോ? അതിനിപ്പോൾ ആന ഇല്ലല്ലോ. എങ്കി ഞാൻ പോണ്. ഇതിനു വേണ്ടി ഇനി എന്നെ നടത്തിക്കരുത്. ഇല്ല കല്യാണിയെ, ഇനി നടക്കേണ്ടി വരില്ല. കയ്യിൽ കിട്ടിയേച്ചാ വിളിച്ചങ്ങട് തരും. കിട്ടിയില്ലെങ്കിലാ? കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മുഖം അങ്ങോട്ട് കാണാലോ. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരു മുഖം. എന്തേ, കൊള്ളില്ലേ? നിങ്ങളുടെ കാര്യം നോക്കും, ഒരു മുഖം കൊണ്ട് നടക്കണ്. ഞാൻ ഇതൊന്നും കൊണ്ട് നടന്ന് വിറ്റാട്ടെ. ഇതാരെ, കല്യാണിയോ? അയ്യോ, കൊച്ചമ്പ്രാട്ടിന്റെ കാര്യം കല്യാണി മറന്നേ പോയി. കല്യാണി ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ല. കല്യാണിയുടെ ചോറ് കാലല്ലേ കൊച്ചമ്പ്രാട്ടിയെ. വല്യമ്പ്രാട്ടിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടാ? ഒരു കുറവും ഇല്ല. ഇപ്പൊ എണീക്കാൻ കൂടി വയ്യാണ്ടായിരിക്കണു. ഈ പ്രായത്തിലും ഇതെല്ലാം അനുഭവിക്കാൻ കൊച്ചമ്പ്രാട്ടി. ഇന്ന് കഷായം ഉണ്ടാക്കേണ്ടതല്ലേ? മറന്നു പോയിരിക്കണം പ്രാട്ടിയെ. രാമനാര് പോയി മരുന്ന് വാങ്ങിട്ട് വന്നോളൂ. എന്താ ചെയ്യാ, മറവി എന്നെ മറവി. ഈ കുരുന്ന പ്രായത്തില് കൊച്ചമ്പ്രാട്ടിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നല്ലോന്നാ. സ്വന്തം മക്കള് പോലും കൊറേ കഴിയുമ്പോ മടുക്കും. അമ്മയില്ലാച്ചാലും നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛന്റെ പെങ്ങളായി പോയില്ലേ? അല്ല തന്നെ നോക്കാൻ വല്ലവരും വരുവാ. വല്യമ്പ്രാട്ടി കോലോത്തിന് ചീത്തപ്പേരുണ്ടാക്കിന്നല്ലേ പറയണേ. അല്ല, വല്യമ്പ്രാട്ടി കാണിച്ചതും കുറച്ച് കടന്ന കയ്യായി പോയി കേട്ടാ. ഓ വരണോ? എന്റെ പൊന്നമ്മച്ചി കേട്ടാ, കല്യാണിയാണ്, കല്യാണി. വല്യമ്പ്രാട്ടിനെ ഒന്ന് കണ്ട കാലം മറന്നു. എത്ര കൊല്ലമായി ഇതിനകത്ത് കയറി കിടപ്പ് തുടങ്ങിയിട്ട്. കല്യാണിക്ക് കാണണോ? അയ്യോ കൊച്ചമ്പ്രാട്ടി, കല്യാണി അങ്ങോട്ട് കിടക്കുകയല്ല. ദേ, കല്യാണിയെ പോലുള്ളവരൊക്കെ ഈ മുറ്റത്ത് വരണത് ഇപ്പോഴാണ് കേട്ടാ. ആ കാലമൊക്കെ പോയില്ലേ കല്യാണി? ഇതിപ്പോ കോവിലൊക്കൊന്നും അല്ല. മോഹന്റെ അച്ഛൻ കാശ് കൊടുത്ത് വാങ്ങിയ വേറെ ഒരു വീടാ. കല്യാണി പോന്നോളൂ. പോന്നോളൂ കല്യാണി, ഞാനല്ലേ വിളിക്കണേ. ശരി കൊച്ചമ്പ്രാട്ടിയെ. ദാ കണ്ടോളൂ.
അച്ഛാ വിളിച്ചിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. അത് കേട്ടിട്ട് എനിക്ക് കരയാൻ വയ്യ. അതുകൊണ്ടാ. എന്നാ കല്യാണി പോണു കൊച്ചമ്പ്രാട്ടിയെ. കല്യാണി എന്താ കൊച്ചമ്പ്രാട്ടിയെ? അത് പിന്നെ എനിക്കൊരു സഹായം ചെയ്യോ? അയ്യോ കൊച്ചമ്പ്രാട്ടി പറഞ്ഞോ? അല്ലെങ്കിൽ വേണ്ട, കല്യാണി പൊക്കോളും. അതെന്നാ കൊച്ചമ്പ്രാട്ടിയെ? കല്യാണി പാവപ്പെട്ടവളായോണ്ടാ? അതുകൊണ്ടൊന്നും അല്ല. എന്നാ കൊച്ചമ്പ്രാട്ടി പറഞ്ഞോ? കല്യാണിയെ കൊണ്ട് സാധിക്കണത് എന്തും കൊച്ചമ്പ്രാട്ടിക്ക് വേണ്ടി ചെയ്തു തരാം. പറഞ്ഞോട്ടെ കല്യാണി. അയ്യോ പറ. മോഹൻ ഇന്നലെയും വന്നില്ല. ഇന്നെങ്കിലും ഇവിടെ ഒന്ന് വന്നു പോകാൻ പറയോ? കോളേജിൽ നിന്ന് വരുന്ന വഴി വന്നാ മതി എന്ന് പറഞ്ഞോളൂ. കൊച്ചുവാവ് മുതലാളിയുടെ മകന്റെ കാര്യല്ലേ ഈ പറയണേ? അതെ. മോഹൻ അറിയില്ലെന്നുണ്ടോ? പിന്നെ അറിയാണ്ട് വരുവാ. വേറെ ചിലതൂടെ കല്യാണി അറിയണുണ്ട്. ഇങ്ങനൊരടുപ്പം വേണോ? ഒടുക്കം. എനിക്കും ആദ്യം ഭയായിരുന്നു കല്യാണി. ഒന്നും ഭയപ്പെടാനില്ല എന്നാ മോഹൻ പറയണത്. വേണ്ടി വന്നു വെച്ചാ രണ്ടാൾക്ക് ഒരുമിച്ച് നാടുവിട്ടുകളയത്രേ. എന്റെ ഭഗവതി, ഇത്ര കൊച്ചിലെ ഇവിടം വരെയൊക്കെ എത്തിയാ? കൊച്ചമ്പ്രാട്ടി ഇത് വിശ്വസിക്കണുണ്ടാ? എനിക്ക് നല്ല വിശ്വാസ കല്യാണി. എനിക്ക് മോഹനെ ഇഷ്ടാ, മോഹൻ എന്നെയും. എങ്കി കല്യാണിക്ക് ഇനിയൊന്നും പറയാനില്ല. കാണുകയാണെങ്കിൽ പറഞ്ഞു വിട്ടേക്കാം. എന്താണിത്? കുറിപ്പടി കാണാല്ലേ മരുന്നിന്റെ? കുറിപ്പടിയാണോ തൊപ്പടെ? ഹൈ ശല്യപ്പെടുത്താണ്ടിരിക്കൂ. രാമൻ നായരാണ് എവിടെ വെച്ചത്? അതല്ലേ പറഞ്ഞ കാണാനില്ലാന്ന്. എന്താണ് കിട്ടിയ? ഇതായിരിക്കണു. എങ്ങനെ ഇരിക്കണു? ഇങ്ങനെ ഇരിക്കണു മടിയിലെ. വേഗം പോയി മരുന്ന് വാങ്ങിട്ട് വന്നോളൂ. ഓ തമ്പ്രാട്ടിയെ. എന്നാ കല്യാണി പോണു തമ്പ്രാട്ടിയെ. ആയിക്കോട്ടെ കല്യാണി. വേണ്ട വേണ്ട, കല്യാണിനെ കണ്ട് വരികണ്ട. തിരക്കി ആള് വന്നിട്ടുണ്ട്. കല്യാണിയുടെ ജോലി തീർന്നു. ഞാനിങ്ങനെ വെറുതെ ചുമ്മാ മോഹന കുഞ്ഞേ നിന്ന് പരും കണ്ട കല്യാണി പോയേക്കാം. അച്ഛനിത് വിലക്ക് വാങ്ങിച്ചു അറിഞ്ഞില്ലേ? അയ്യോ പിന്നെ അത് നോക്കാൻ വന്നതായിരിക്കും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേങ്കിലേ അപ്പുറത്തെ 2 മുറി തന്നിട്ടില്ല കേട്ടാ. ഓ അങ്ങോട്ടേക്ക് ഞാൻ നോക്കാനും പോണില്ല. മോഹനൻ കുഞ്ഞേ അപ്പുറത്താട്ട് നോക്കാണ്ടിരുന്നാ കൊള്ളാം. കല്യാണി പോടേ. കുഴഞ്ഞെന്നാ തോന്നുന്നു. നേരെ പോകുന്ന എന്റെ അമ്മ അടുത്തേക്കാവും. അതെയോ? പിന്നെ അല്ലാണ്ട് ആ പോയ സാധനത്തിന് ഒരു പേരുണ്ട്, BBC കല്യാണി. വാർത്താവിതരണമാണെന്നേ പ്രധാന ജോലി. ആ പോയി പറയട്ടെ. എന്നായാലും അമ്മ ഇത് അറിയാനുള്ളതല്ലേ. അമ്മ അറിഞ്ഞു വെച്ചാ മോഹന് വഴക്ക് പറയില്ലേ? ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇല്ലാതെ കാണുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. എന്റെ അമ്മ ഒരു പാവാന്നേ. സൂത്രത്തിൽ ഒരു ദിവസം വിളിച്ചുകൊണ്ടിരാ കേട്ടോ. ഓ ഒരു കാര്യം ചോദിച്ചില്ല. ഇന്നെന്തേ നേരത്തെ? കോളേജിൽ പോയില്ലേ? പോയി, പക്ഷെ അവിടെ ഇരിക്കാൻ തോന്നില്ല. എന്തേ? അത് ഇവിടെയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ പഠിക്കുക? പഠിച്ചിട്ട് ഇപ്പൊ എന്തിനാ? അയ്യോ അത് പറഞ്ഞാ പറ്റില്ല, പഠിക്കണം. എനിക്കെപ്പോഴും ലതയോട് ഒന്നിച്ച് ഇങ്ങനെ ഇരിക്കാനാ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാ. അതുകൊണ്ടല്ലേ വന്നത്. എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കാൻ പറ്റില്ല. മോഹൻ പഠിക്കില്ലേ? ശരി ശരി പഠിച്ചേക്കാം. എന്റെ തലത്തോട്ട് സത്യം ചെയ്തോളൂ. ഞാൻ ഇനി മുതൽ പഠിപ്പ് മുടക്കില്ല. സത്യം സത്യം സത്യം. സത്യം. ഇപ്പൊ നന്നായി. സത്യം ചെയ്തത് ഞാനാ. രണ്ടും ഒന്ന് തന്നെയല്ലേ. അതൊക്കെ പോട്ടെ, ലത ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ലത ചോദിച്ച പുസ്തകം. ഇത് കൈ കിട്ടിയോണ്ടല്ലോ ഉടനെ പോകുന്നത്. ഒരു പുസ്തകം വായിക്കായിരുന്നു. ഇങ്ങനെ തന്നെ വായിക്കണമെന്ന് അത് എഴുതിട്ടുണ്ടാവും അല്ലേ? ഓ മോഹന്റെ അച്ഛൻ ഇങ്ങടെ വരണേ. വഴി വെച്ച് കണ്ടിരിക്കണു. പിന്നാലെ വരണമെന്ന് പറഞ്ഞിരിക്കണു. രാമൻ നായർ കള്ളം പറയാറില്ല. അതിന്റെ ആവശ്യമില്ലാതെ കൂട്ടിക്കോളൂ. കൊടഞ്ഞു ദൈവമേ. എന്തായാലും പുറത്തോട്ട് ഓടണ്ട. മുന്നിൽ ചാടും. അകത്തോട്ട് പൊക്കോളൂ. പൊക്കോളൂ അകത്തോട്ട്. അകത്തോട്ട് പൊക്കോളൂ.
അതെ, മുതലാളിക്ക് അങ്ങോട്ടൊന്ന് വരണം. അകത്തുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം. അസലായി. വില കൊടുത്ത് വാങ്ങിയ സ്ഥലം കാണുന്നതിന് ആരുടെയും ഇഷ്ടം നോക്കാനുണ്ടോ? വന്നോളൂ, അകത്തോട്ട് വന്നോളൂ. പണ്ടേ ലേലധേല പോകുമ്പോ ഇങ്ങാട്ടെങ്ങാനൊന്ന് നോക്കിയെങ്കിലായി. ഇങ്ങോട്ടൊന്ന് നോക്കാൻ പോലും പേടിയാണേ. കൊള്ളാം, പേടിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് കാര്യം? പേടിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാ, കൊച്ചുവാവ ചോദിച്ചിരിക്കണേ. പേടിക്കാൻ കാര്യം എന്റെ മുന്നു മുതലാളി, മുതലാളി പറഞ്ഞാ മതി, എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ എടേ കയറിയത് എന്നാറ്റിനാ? എന്തേടോ തനിക്ക് ഞാൻ ശമ്പളം തന്നതേ കണക്കെഴുതാനും കൂട്ടത്തിൽ നടക്കാനുമാണ്, അല്ലാണ്ട് എടേ കയറി വർത്താനം പറയാനല്ല. അറിയാൻ പാടില്ലാത്ത കാര്യമാണ് മിണ്ടാണ്ടിരിക്കുക, അതാണ് ബുദ്ധി. ഇങ്ങോട്ടൊന്ന് നോക്കാൻ പേടിയാണെന്ന് പറഞ്ഞതേ എന്താണെന്നറിയേ? പണ്ടേ ഈ നാട് പാടിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണത്. എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം വിരുന്ന് പോയൊരു കഥയുണ്ട്. സാറ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടെന്നാ ഇല്ലെന്നാ പറയണം. ഞാൻ കേട്ടിട്ടുണ്ടില്ല മുതലാളി. മുതലാളി എങ്കിൽ ഞാൻ കേട്ടിട്ടില്ല. തന്നെ പിന്നെ എന്തിന് കൊള്ളാടോ? തമ്പുരാൻ കേട്ടിട്ടില്ല? തമ്പുരാനോ? രാമൻ നായര്, ആന നായര്. എന്റെ തമ്പുരാണെന്ന് വിളിക്കണ്ട കേട്ടോ. എന്നാ പോട്ടെ, അച്ഛനും അമ്മയും വിരുന്ന് പോയ കഥ കേട്ടിട്ടുണ്ട്. പറയാൻ സന്മനസ്സുണ്ടെങ്കിൽ കേൾക്കാൻ സന്തോഷേ ഉള്ളൂ. എങ്കിൽ കേട്ടോ. അച്ഛൻ അമ്മേനെ കെട്ടിയ കാലം. ഇത് അച്ഛൻ പറഞ്ഞാണ് ഞാൻ കേൾക്കണത്. കേട്ട ഇതൊക്കെ വളരെ പഴയ കഥകളല്ലേ രാമൻ നായര്? സാരമില്ല, പറഞ്ഞോട്ടെ, കഥ പറഞ്ഞോളൂ. അങ്ങനെ കല്യാണവും കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ ഒന്നാം വിരുന്നിന് പോവുകയാണ്. ദാ അതേ കൂടെ എന്തു പറ്റി? അല്ല, തമാശയുള്ളത് എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നോർത്ത് ചിരിച്ചു പോയതാ. പറയണത് കേള്. പറ്റിയതെന്താന്ന് ഞാൻ പറയാം. ഇവിടത്തെ വലിയ തമ്പുരാൻ വഴി നിപ്പുണ്ടായിരുന്നു. എവിടെ പോണടാ കൊച്ചുരാമ എന്നൊരു ചോദ്യം. അച്ഛൻ പുള്ളിയിലെ കേട്ട വിറച്ച്. അടിയൻ ഒന്നാം വിരുന്നിന് പോകണേ കണക്കര പള്ളിയില്. ശരി. ആ കുളത്തിലും കണ്ടത്തിലും കിടക്കണ പായലക്ക വാരി വരമ്പേ നിൽക്കണ വാഴയ്ക്ക് വെച്ചിട്ട് ഓടാ. പായലക്ക വാരി വാഴയ്ക്ക് വെച്ചിട്ട് പോ. വലിയ തമ്പുരാന്റെ ഉത്തരവാണ്. കേട്ടില്ലേ? തല കാണുകയില്ല. അച്ഛനും അമ്മയും കൂടി ഇറങ്ങി കുളത്തിലാട്ട്. ഉടുത്തിരിക്കുന്നത് കല്യാണക്കോടിയാണ് കേട്ടാ. അങ്ങനെ നേരം ഇരുട്ടണേന് മുമ്പ് കുളത്തിലും കണ്ടത്തിലുള്ള പായലക്ക വാരി വാഴയ്ക്ക് വെച്ചിട്ട് അച്ഛനും അമ്മയും കൂടി ഒരു പോക്കുണ്ടായിരുന്നു ഒന്നാം വിരുന്നിന്. ഇന്നിതൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കോ? അന്നൊക്കെയെന്ന് പറഞ്ഞ ജന്മിമാരുടെ കാലില് രാമൻ നായരെ. അങ്ങനത്തെ കോവിലുകാന്ന് പറയുക. ഞാൻ ഈ തിരുമുറ്റത്ത് കാല് കുത്തുന്നത് തന്നെ ഇതിന് വില പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ട. ഇതെന്താ ഈ കുത്തി എരിഞ്ഞു വെച്ചേക്കുന്നത്? അങ്ങാടി വരുന്നേ വല്യമ്പുരട്ടെ കഷായത്തിലേ. ഇതെങ്ങനെയാണപ്പ? എല്ലാം കൂടി വെട്ടി എരിഞ്ഞിട്ട് അങ്ങ് വാറ്റുവാ? പിന്നെ എങ്ങനെയാണപ്പ എല്ലാം കൂടി കൊത്തി എരിഞ്ഞിട്ട് അങ്ങ് കൊതപ്പിക്ക? എങ്ങനെയാണ്? അല്ല, വീട്ടില് കഷായം വെക്കാറില്ലേ? കഷായ വീട്ടില?
കേട്ടാടോ സാറേ? അവിടെ കഥ ഉണ്ടാക്കുന്നത് ആക്ക് നേരിട്ട് രാമനാരെ. എന്തെങ്കിലും ദണ്ണം തോന്നിയാൽ ഉടനെ മരുന്ന് കടയിൽ ചെന്ന് 1 or 2 രൂപ അങ്ങോട്ട് കൊടുക്കും. അവര് എന്നാങ്കില് ഇങ്ങോട്ടും തരും. അത് കഴിച്ചു കഴിയുമ്പോ എന്ന് വെച്ചാൽ സൂക്കേട് പോയി. ശിവ ശിവ. ആ അപ്പോഴേ നമുക്ക് പറഞ്ഞു നിൽക്കാൻ നേരില്ല. അതിങ്ങ് എടുക്കണോ സാർ? ഇതാണോടോ ചോദിച്ചത്? ഈ കേട്ടോ പോകേല. ഓ പുകയില. തമ്പുരാൻ ഇതങ്ങ് പിടിച്ചാണ്ട്. രാമനായർ തമ്പുരാനല്ല. ആനനായർ ഇതങ്ങാട്ട് പിടിച്ചാണ്ട്. ഈ നാട്ടില് എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങണതിന് മുമ്പ് ഈ കോലോത്ത് വന്ന് പുകയില വെച്ച് പറയണ ഒരു പതിവുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. ഞാനായിട്ടത് തെറ്റിക്കുന്നില്ല. തമ്പുരാൻ ഇത് കൊണ്ടുപോയി തമ്പുരാട്ടി കൊടുത്തിട്ട് വാ. അതിപ്പോ എന്താണാവോ പുതിയ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ താലൂക്ക് അടച്ചുള്ള കള്ള് ഷാപ്പ് എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ല. എല്ലാ ഷാപ്പിലും കൂടി ഒത്തിരി കള്ള് മിച്ചം വരും. അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ചാ പുഴുവെടുക്കും, വെള്ളത്തിലൊഴിച്ചാലോ മീൻ ചാവും. എങ്കിൽ പിന്നെ എല്ലാം കൂടി വാറ്റി അങ്ങ് മനുഷ്യന് തന്നെ അങ്ങ് കൊടുത്തേക്കാം. അതൊരു സൽക്കൃത്ത് തന്നെയാ. എന്താ രാമനാരെ? സംശയമില്ല. അതിനിപ്പോ വല്യമ്പ്രാട്ടിയുടെ അനുവാദം എന്തിനാണാവോ? വല്യമ്പ്രാട്ടിയുടെ അനുവാദം ഒന്നും വേണ്ട. എന്നാലും ഈ കോലോത്തിട്ട് ചാരായം പാറ്റുമ്പോ ഇവിടെ താമസിക്കുന്നവർ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ എന്ന് കരുതി പുകയിലും കൊണ്ട് വന്നതാണ് കേട്ടാ. ശിവ ശിവ. കോലോത്തിട്ടാണോ ചാരായം മാറ്റാൻ പോണത്? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പഴം ഭണ്ഡാരം മേടിച്ചിങ്ങനെ ചായവും തേച്ച് നിർത്തിയേക്കുമെന്ന് കരുതുന്നുണ്ടാ? ആള് താമസമില്ലാത്തിട്ട് ചാരായം പാറ്റിയ പുക വരുമ്പോ ആളുകൾ സംശയിക്കും. ഇതിപ്പോ കോലോത്തുനിന്ന് പുക വരുമ്പോ തമ്പരാട്ടിമാരുടെ പുകയെന്ന് കരുതിക്കോളും. ചാരായത്തിന്റെ പുകയെന്ന് അറിയേയില്ല. അപാര ബുദ്ധി അല്ല രാമനാരെ? അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഈ പുകയില കൊണ്ടുപോയി തമ്പുരാട്ടി കൊടുത്ത് കാര്യം പറഞ്ഞ് ഞങ്ങള് പോണു. വാടോ സാറേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുതലാളി തന്നെ ഇത് കൊടുത്ത് കാര്യം പറഞ്ഞോളൂ. അയ്യോ തീണ്ടാനാ ഞാനില്ലപ്പ. അല്ലെങ്കിൽ തന്നെ തമ്പുരാട്ടിനെ കാണുന്ന എനിക്ക് പേടിയാ. അത് വേറെ കാര്യം. അപ്പൊ ഞങ്ങള് പോണ് തമ്പുരാനെ. അല്ല ആനനായരെ വാടോ. അറിഞ്ഞോ? കേട്ടു. ആപത്തായോ മോഹൻ? എന്താപത്ത്? ഒരാപത്തുമില്ല. അവിടെ അത് ചെയ്തു വെച്ചാൽ തമ്പ്രാട്ടിന്റെ കാര്യം കഷ്ടത്തിലാവും. ഇല്ല രാമനാരെ, കോവിലത്ത് വെച്ച് അങ്ങനെ ആരും ചാരാൻ മാറ്റാൻ പോണില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. വില കൊടുത്തു വാങ്ങിയ സ്ഥല കുട്ടിയെ. എന്തായാലും അത് നടക്കില്ല. വേണ്ടി വന്നാൽ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി അച്ഛനോട് വഴക്കിനൊന്നും നിൽക്കണ്ടോ. അതൊന്നും സാരില്ലാതെ ഞാൻ പോയിട്ട് പിന്നെ വരാം. മോഹൻ വീട്ടിൽ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കണ്ടോ. നാശമായി എന്നാ തോന്നുന്നേ. വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാണ്ടിരിക്കില്ല. ദേവിയെ, കോലോത്തിനെ ഗതി വാങ്ങൂലോ. വിഷമിക്കാനില്ല രാമനായരെ, ഒരു വഴിയുണ്ട്. എന്താ വഴി? രാമനായർ അത് പറയണ്ട, കണ്ടോളൂ. കല്യാണി ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം തീരെ നിവൃത്തിയില്ലാണ്ട് പറഞ്ഞു പോണതാണ് കേട്ടോ. കണ്ടതും കേട്ടതും പറഞ്ഞു കിടക്കണ സ്വഭാവം കല്യാണിക്കില്ലെന്ന് കൊച്ചമ്മയ്ക്ക് അറിയാലോ. പിന്നെ എനിക്ക് നിന്നെ അറിയാൻ മേലെ കല്യാണി. പക്ഷെങ്കില് ഈ കാര്യം ഇവിടെ പറയാതെ പറ്റുകയില്ല.
പറഞ്ഞില്ലേ നമ്മുടെ മോഹനം കുഞ്ഞിനും അവിടുത്തെ തമ്പ്രാട്ടി കൊച്ചിനും കേടാണ്. കോലത്ത് വെച്ച് മോഹന കല്യാണി കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാന്നാ? ഒരു പ്രാവശ്യമൊന്നും അല്ല, പല പ്രാവശ്യം. എന്നിട്ട് ആ കാര്യം നീ എന്നോട് പറയാതിരുന്നത് എന്താ? അതിനൊരു കാര്യമുണ്ട് കൊച്ചമ്മേ. പിള്ളേരല്ലേ, കൊറേ നാൾ അങ്ങോട്ട് സ്നേഹിച്ച് നടന്നേച്ചു പിന്നെ അങ്ങോട്ട് പിണങ്ങിക്കോളൂന്ന് കരുതി. നമ്മുടെയൊക്കെ കാലത്ത് അതല്ലേ പതിവ്. പക്ഷേങ്കില് ഇത് പിണങ്ങണ ലക്ഷണം ഇല്ല, കുരുങ്ങിക്കിടക്കേണ്. ദേ ഇത് ഞാനാ ഇവിടെ വന്ന് പറഞ്ഞു. മോഹനം കുഞ്ഞിനോടും പറഞ്ഞേക്കരുത്, കോളേജിലെ പിള്ളേരാണ്. ചുണ്ണാമ്പും കൊണ്ട് കല്യാണിക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ, പ്രശ്നമായി പോവേ. നീ പേടിക്കട്ട കല്യാണി, അത് വേറെ വഴിക്ക് അറിഞ്ഞ പോലെ ഞാൻ അവനോട് ചോദിച്ചോളാം. ഇങ്ങനെയൊക്കെയാണേലും ഇതൊരു വേണ്ടാത്ത കാര്യമാണെന്ന് കല്യാണി പറയൂല. കൊച്ചമ്മ തമ്പ്രാട്ടി കൊച്ചിനെ കണ്ടിട്ടുണ്ടാ? ഓ, പണ്ടെങ്ങാണ്ടൊന്ന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നീ കണ്ടോക്കണം, അതൊരു തമ്പ്രാട്ടി കൊച്ച് തന്നെയാണ്. അല്ല, മോഹനം കുഞ്ഞിനെ ഞാൻ കുറ്റം പറയൂല, സ്നേഹിച്ചു പോവും. പക്ഷേങ്കി അമ്മേ, എന്റെ പൊന്നമ്മച്ചി, മോഹനം കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന കല്യാണിയോട് ഈ ചതി വേണ്ടായിരുന്നു കൊച്ചമ്മേ. അവൻ നിന്നെ എന്ത് ചെയ്യാ പോണു കല്യാണി? മോഹനം കുഞ്ഞെ, ഞാൻ കുഞ്ഞിനെ കുറിച്ച് ദോഷമൊന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മയല്ലേ നിക്കണേ, ചോദിച്ചു നോക്ക്. ചോദിക്കുന്ന എന്തിന്? ഞാൻ അകത്തുണ്ടായിരുന്നു. അപ്പ എല്ലാം കേട്ട് കാണുമല്ല. പറയാൻ പാടില്ലാത്തോല്ലേ ഞാൻ പറഞ്ഞ? ഓ, ഇനി പറയാൻ എന്തിരിക്കുന്നു? എല്ലാം പറഞ്ഞില്ലേ? അങ്ങനെ അങ്ങോട്ട് കല്യാണിയെ തോൽപ്പിക്കരുത്. പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാ പറഞ്ഞില്ല. വേണ്ടി വന്ന നിങ്ങ രണ്ടുപേരും കൂടെ നാട് വിട്ടു പോകാനിരിക്കല്ലേ? നേരാണോ മോനെ ഇത്? ഉള്ളതാണോ കല്യാണി നീ പറഞ്ഞത്? എന്നോടാ തമ്പ്രാട്ടി കൊച്ചു പറഞ്ഞാണ് കേട്ടോ. അത് ഞാൻ ദേ ഇവിടെ പറഞ്ഞു. അതും മോഹനം കുഞ്ഞ് പറയിപ്പിച്ചാണ്ട് പറഞ്ഞാണ്. ഇല്ലേ കല്യാണി പറയല. കോവിലത്ത് വെച്ച് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. നീയോ? എന്നതാണാ നീ കല്യാണിനെ വിളിച്ചത്? എന്നതാ നീ വിളിച്ചതെന്ന് കല്യാണിനെ? മോഹനം കുഞ്ഞ്, ഞാൻ കുറത്തി കല്യാണിയാണ്, പാവപ്പെട്ടവളാണ്, ആർക്കെന്ത് വേണേലും വിളിക്കാം. പക്ഷേങ്കി മോഹനം കുഞ്ഞ് കുറത്തി കല്യാണി നീ ഇന്നും വിളിക്കരുത്. മൂത്താര് ഇങ്ങനെയൊന്നും വിളിക്കരുത് കുഞ്ഞ്, ദോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിന്റെ മൂത്തയല്ലേ കുഞ്ഞ്. എന്തിനാണോ നീ എല്ലാം പഠിക്കാനെന്ന് പറഞ്ഞ് നടക്കണത്? നിനക്ക് ഓർമ്മ ഉണ്ടാവുകയല്ല, നീ കൊച്ചായിരുന്നപ്പോ ഈ കല്യാണം നിന്നെ ചുമന്നോണ്ട് നടന്നിട്ടുള്ളതിന് കയ്യും കണക്കുമില്ല. അറിയാവോടാ? വിളിയടാ, ചേച്ചെന്ന് വിളിയടാ, ചേച്ചെന്ന് വിളിച്ച് മാപ്പ് പറയടാ. കൊച്ചമ്മേ, അതൊന്നും വേണ്ട. കല്യാണിനെ ഇനി നീ എന്ന് വിളിക്കാതിരുന്നാ മതി. മൂത്തോരെ ഇങ്ങനെയൊന്നും വിളിക്കല്ലേ കുഞ്ഞെ, ദോഷമാണ്. അതൊന്നും പറഞ്ഞാ പറ്റുകയല്ല കല്യാണി. നിന്നോട് മാപ്പ് പറയാനാ പറഞ്ഞത്. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് വേണ്ടി അവളുടെ കാലം പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കും. കൊച്ചമ്മേ, കൊച്ചമ്മേ എന്നെയൊക്കെയാണ് ഈ പറയണേ? എന്താ നീ കല്യാണി? മോഹന, എന്നോട് ക്ഷമിക്കു ചേച്ചി. എന്നോട് മോഹനം കുഞ്ഞെ മതി, കല്യാണിയുടെ വിഷമെല്ലാം മാറി. ദേവി, മോഹനം കുഞ്ഞിനും തമ്പ്രാട്ടി കൊച്ചിനും ഒരു ദോഷവും വരുത്തരുതേ. അതിനിടയ്ക്ക് നീ എന്തിനാ കല്യാണിയെ തമ്പ്രാട്ടി കൊച്ചിന് കൊണ്ടുവരുന്നേ? അത് പിന്നെ അതൊരു പാവം തമ്പ്രാട്ടി കൊച്ചാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ, അല്ലാതെ. ശരി ശരി, നീ പോണില്ലേ കല്യാണി? അയ്യോ, പിന്നെ ഇത് വിറ്റെടുക്കാണ്ട് അരി മേടിക്കാൻ പറ്റുവാ? മോഹനം കുഞ്ഞ്, ഇനി സൂക്ഷിച്ചൊക്കെ അങ്ങോട്ട് പോവാവുള്ളൂ കേട്ടോ. ഓ, നീ ഒന്ന് പോ കല്യാണി. കല്യാണി പോണേ. ചുണ്ണാമ്പേ, ചുണ്ണാമ്പ്, ചുണ്ണാമ്പേ. നീ അവിടെ നിന്ന് നിന്നേ. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണി പറഞ്ഞത് നേരാണോ? നീ ആ തമ്പ്രാട്ടി കൊച്ചുമായിട്ട് സ്നേഹാണോ? ഇത് ഇത്ര വലിയ കാര്യമാണോ അമ്മേ? വലിയ കാര്യമാണോ ചെറിയ കാര്യമാണെന്ന് പിന്നെ പറയാം. സ്നേഹാണോ അല്ലേന്ന് ആദ്യം പറ. ഈ അമ്മയുടെ ഒരു വാശി. സ്നേഹാണെന്ന് ചോദിച്ചാ അതെ, സ്നേഹാണ്. എന്റെ കുഞ്ഞെ, നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലാതെ പോയല്ലോ. ആ കോവിലൊക്കെ ഇന്ന് നശിച്ചു കെട്ട് പോയെങ്കിലും അവരെല്ലാം വലിയ വലിയ ആളുകളാ, തമ്പുരാക്കന്മാരാ. ആ കാലമൊക്കെ കഴിഞ്ഞില്ല അമ്മേ. എനിക്ക് ലത ഇഷ്ടം, ലതക്ക് എന്നെയും. ആരാണ്
ഈ ലത ആ കോവിലത്തെ പെണ്ണ് ചാരുലത. എന്റെ ഭഗവതി, ആ തമ്പ്രാട്ടി കൊച്ചിനെ നീ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ദൈവമേ. മോനെ, നിന്റെ അച്ഛനിത് അറിഞ്ഞാലേ ഇവിടെ പടയണി ആയിരിക്കും. അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്മ സമ്മതിപ്പിക്കണം. അത് വല്ല നടക്കണ കാര്യാണോ മോനെ? നിന്റെ അച്ഛന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ? അമ്മേ, നിങ്ങളെല്ലാരും സമ്മതിക്കുന്നേ നല്ലത്. ഇല്ലെങ്കിൽ 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 നീ എന്ത് ചെയ്യുമെന്നാ? അതെന്തിനാ അമ്മ അറിയണേ? അമ്മ വല്ല നോവല് വായിക്കാറുണ്ടോ? നാടകോ സിനിമയോ എന്തെങ്കിലും ഇത് കാണാറുണ്ടോ? പിന്നെ എങ്ങനെ ഇതൊക്കെ അറിയാനാ? നിനക്ക് എവിടെന്നാ മോനെ തലതിരിവ് കിട്ടിയത്? നീ ഞങ്ങളുടെ ഒറ്റ മോനാണ്. അതുകൊണ്ടല്ല അമ്മയെ സമ്മതിക്കാൻ പറയണത്. ഞാൻ സമ്മതിച്ചാ മതിയാ? അച്ഛൻ സമ്മതിക്കണ്ടേ? അമ്മയ്ക്ക് സമ്മതാണോ? എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? എന്റെ കുഞ്ഞെ, മക്കള് ശരി ചെയ്താലും തെറ്റ് ചെയ്താലും അമ്മ എന്നും മക്കളുടെ കൂടെ തന്നെ കാണും. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അതെനിക്ക് വലിയ കാര്യം തന്നെയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണോ അത് പറയൂ. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക? ഞാൻ പ്രസവിച്ചവളല്ലേ. പക്ഷേങ്കി ഇത് നടക്കാത്ത കാര്യമാണ് മോനെ. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ ദേവി, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയാൻ മേല. മോഹൻ, ലതയോ? ലത എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേ? എന്തേ? എനിക്ക് വന്നൂടെ? മോഹനത് വല്ലാണ്ട് ഇങ്ങനെ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. മോഹന്റെ അമ്മ എവിടെ? അമ്മയോ? എന്തിനാ അമ്മ? എന്താ മോഹൻ ഇത്? ഒന്നുമില്ല ലത. എന്നെ കണ്ടുവച്ചാ അമ്മയ്ക്ക് ഇഷ്ടാവൂന്ന് പറഞ്ഞില്ലേ? എന്നെ പറഞ്ഞില്ലെന്നുണ്ടോ? അത് പറഞ്ഞതാണ്. അതിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നോ? അതിന്റെ ഒന്നുമില്ല, ചോദിച്ചൊന്നേ ഉള്ളൂ. മോഹന്റെ അമ്മയെ കണ്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യം പറയാനുള്ളത്? എന്താ മോഹൻ ഇത്? ഒരു വക വല്ലാണ്ട് ഇങ്ങനെ. എന്താ ഇതിന് പറയാ? എന്ത് കാര്യം പറയാനുള്ളതെന്ന് പറയൂ. മോഹന്റെ അച്ഛൻ കോലോത്ത് വെച്ച് എന്തോ ഒരു കൂട്ടം ചെയ്യാൻ പോണില്ലേ? അതെ അതെ, ചാരാമാറ്റൻ. അതെ അതെ, അത് ചെയ്തുവച്ചാ മഹാ കഷ്ടാന്നാ രാമൻ നായരെ പറയണത്. അത് ചെയ്യാണ്ടിരുന്ന തരക്കേടില്ല എന്ന് പറയാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വെച്ചാ അമ്മ കേൾക്കാണ്ടിരിക്കുവോ? അത് ഞാൻ പറഞ്ഞു ശരിയാക്കാൻ നേറ്റതല്ലേ. അതില്ല, അത് ഇവിടം വരെ വരണായിരുന്നോ? പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ. ഹൈ, തമ്പ്രാട്ടി ഇവിടെ നിക്കുക. ഇനി നോക്കാൻ സ്ഥലമില്ല. എന്താ എന്താ ഉണ്ടായേ? രാമൻ നായരെന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? രാമൻ നായരെ കാണാണ്ട് എങ്ങനെയാ? എന്നാലും പുറത്തോട്ട്, അതും രാമനായുടെ കൂടാണ്ട്. മോഹന്റെ വീടല്ലേ രാമൻ നായരെ? ഇപ്പൊ ആശ്വാസമായെന്ന് കൂട്ടിക്കോളൂ. എന്തായാലും രണ്ടാളും സമയം കളയണ്ട, പൊക്കോളൂ. മറ്റേ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. മോഹന്റെ അമ്മയില്ലേ? അതെ, ഞാൻ ലത. കോലോത്തെ ചാരുലത തമ്പുരാട്ടി. ഓ, കൊച്ചിലെങ്ങാണ്ടൊന്ന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെളിയിലോട്ടൊന്നും അധികം ഇറങ്ങാറില്ല. അമ്മയുടെ കാര്യം മോഹൻ പറയാറുണ്ട്. ഏതമ്മയുടെ കാര്യം? ഈ അമ്മയുടെ കാര്യം തന്നെയാ. വേറെ ഏതാ അമ്മ? അമ്മ പാവാത്രേ. എന്നെ കണ്ടുവച്ചാ ഇഷ്ടാവൂന്ന് പറഞ്ഞു. ഒരു സങ്കടം അങ്ങോട്ട് പറയാനുണ്ട്. അയ്യോ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ കോലോത്തിട്ട് ചാരാൻ മാറ്റാൻ പോണുത്രേ. ഇവർക്ക് അവിടെ ജീവിക്കേണ്ട അമ്മേ. അതവിടെ ചെയ്തു വെച്ചാൽ രാമനായുടെ കാര്യം സാരമില്ല, തമ്പുരാട്ടിയുടെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് ചാരാൻ മാറ്റണ്ടാന്ന് തീരുമാനിച്ചാൽ സഹായാവും. മോഹന്റെ അച്ഛനവിടെ ഇല്ലല്ലോ. വരുമ്പോ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രണ്ടാളും പേടിക്കണ്ട, അച്ഛൻ വരട്ടെ. ഞാനും അമ്മയും കൂടി പറഞ്ഞ് ശരിയാക്കാം. എന്താ മടങ്ങിയല്ലേ? മോഹന്റെ അമ്മ എന്നോട് ഒന്നും പറയുന്നില്ല. തമ്പ്രാട്ടി കൊച്ചിനോട് ഞാൻ എന്താ പറയേണ്ടത്? തമ്പുരാട്ടിയോ? എന്നെ ലതേന്ന് വിളിച്ചോളൂ. മോഹൻ അങ്ങനെയല്ലേ വിളിക്കണത്? മോഹന്റെ അമ്മ എന്റെ അമ്മയാണ്, കൂട്ടിക്കോളൂ. ഭഗവതി, ശരി ശരി, പൊക്കോ. ആ കാര്യം ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കാം. എന്ന് പോയിട്ട് രാമനായർ മാത്രമായിട്ട് വരാം. അപ്പൊ തീരുമാനം എന്തായെന്ന് അറിയാലോ. എന്തായാലും ലതയെ കൊണ്ടുവരണ്ട. വന്നോളൂ തമ്പ്രാട്ടിയെ. എന്താ അമ്മേ? എട്ടും മുട്ടും തിരിയാത്തൊരു തമ്പ്രാട്ടി കുട്ടിയാണത്. അതിന്റെ നിലവിളി ഞാൻ കാണണല്ലോ എന്റെ ദൈവമേ.
എന്തിനാ അമ്മ നിലവിളിക്കുന്നത്? ദാ നിനക്കോ തിരിച്ചറിവില്ല, അതിനുള്ള പ്രായമായില്ല. എനിക്കറിയാൻ മേല. എന്താണ് അമ്മയും മകനും കൂടെ ഒരു ശൃംഗാരം? അത് കൊള്ളാം. ശൃംഗരിക്കണത് അമ്മയും മോനുമായിട്ടാണ്. തെറ്റിയാ? എന്നാ പോട്ടെ. നീ ഇപ്പൊ കോളേജിൽ പോണില്ലടാ? ഉണ്ട്. ആ, പോയില്ലേലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പതേ കുറെ എണ്ണം കോളേജിന് പഠിക്കെ കിടന്ന് തമ്മി തല്ലി തല കീറി തല പൊളിക്കരുത്. എടോ സാറേ, താനത് ഷട്ട് ചെയ്ത് കുട്ടിയെടുക്ക. ബാക്കി എത്രയെന്ന് അറിയണം. ഇപ്പൊ തന്നെ ആ കോലോത്ത ആനക്കാരനും ആ കൊച്ചമ്പ്രാട്ടിയും വന്നേച്ചും പോയി. എന്തിന്? ആനയെ തിരക്കായിരിക്കും. അല്ല, പിന്നെ നിങ്ങൾ ആ കോലോത്തോട്ട് ചാരായം മാറ്റാൻ പോണുണ്ടാ? എന്താ നോക്കണേ? ഞാൻ പറഞ്ഞത് കേട്ടാ? കേട്ടേ. നിങ്ങൾ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറഞ്ഞത് നേരാണോ? എടോ സാറേ, എഴുന്നേറ്റതില്ല. നമ്മ രണ്ടാളെ വിസ്തരിക്കാൻ പോണു. മന്ത്രി മംഗമാമ പുതിയ എസ് മന്ത്രിയാണ്. അങ്ങാട്ടി ഇരുന്ന കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മോ, ഇതാരപ്പ? എസ് ഇൻസ്പെക്ടറാ. നിങ്ങൾ ആ കോലത്തിട്ട് ചാരായം മാറ്റിയ ആ തമ്പ്രാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞു കൂടാൻ നോക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇട്ട് മാറ്റാൻ മേലെ? വാറ്റായേ. ആ, ഞാനൊന്നും പറയണില്ല. എന്തെങ്കിലും പറയാൻ വാ തുറന്ന മനുഷ്യനെ കളിയാക്കണം പണിയുള്ളൂ കയ്യിൽ. എടി, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് മേലെ കോലോത്തെ വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിലിട്ട് തന്നെ ചാരായം മാറ്റണം. അവിടെ തന്നെ ഇട്ട് ചാരായം മാറ്റണമെന്ന് അച്ഛൻ എന്താ അത്ര വാശി? എടാ മണ്ട, നീ എന്തിനാണ്ട ഇതൊക്കെ തിരക്കണത്? ഞാൻ എവിടെ ഇട്ട് ചാരായം മാറ്റിയാലും കാശുണ്ടാക്കുന്നത് നിനക്ക് വേണ്ടിട്ടല്ലേ? എനിക്കത് വേണ്ടെങ്കിലോ? അതെ, അതാണ്. എടോ സാർ, എന്തോ ചില കൊച്ചു പിള്ളേരെ പാല് കുടിക്കാഞ്ഞാൽ സമ്മതിക്കത്തില്ല. ചോറുണ്ണാൻ പറഞ്ഞാൽ സമ്മതിക്കല്ല. മരുന്ന് കുടിക്കാൻ പറഞ്ഞാലും സമ്മതിക്കല്ല. അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കാനാണ് ദൈവം അച്ഛനെ അമ്മേനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അച്ഛൻ കോലോത്തിട്ട് ചാരാൻ പറ്റാ അവിടെ താമസിക്കുന്നവർ എവിടെ പോകും? ആ കാര്യത്തിൽ നിന്റെ വയറിളകാൻ കാര്യം? ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്? എടാ മകനെ, ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്? അവിടെ താമസിക്കണത് ആരെയെന്ന് അവനെങ്ങനെ അറിയാവും? അവിടെ ആരാണ്ട് തമ്പുരാട്ടിമാരൊക്കെ ഇല്ലയോ? ഉണ്ടടി, ഉണ്ട്. അവരെ ഞാൻ അവിടെ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇട്ട് ചാരായം മാറ്റാൻ പോണത്. അച്ഛൻ എന്ത് ഭ്രാന്താണ് ഈ പറയണത്? കോലോത്തിട്ട് ചാരായം മാറ്റാൻ പോകും. ഇവനിട്ട് നീ തൊഴിക്കുക, അത് ഞാൻ തൊഴിക്കണ? പോടാപ്പുറത്ത്. താനെന്താണോ ചീറ്റണിരുന്ന്? ഞാൻ താനോട് വല്ലതും പറഞ്ഞ? ആ എടി മങ്കേ, ആ തമ്പുരാട്ടിമാരെ ഞാൻ അവിടുന്ന് പുറത്ത് ചാടിക്കുക പറയുന്ന കാര്യം നിനക്കും അറിയാൻ മേലെ. ആ, നമ്മുടെ സന്താനത്തിന് അത് അറിയാൻ മേല. ഈ പുളുന്താനും അത് അറിയാൻ മേലായിരിക്കും. താൻ കേട്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല മുതലാളി. പിന്നെ താനെന്തിനാ പേടിക്കണ്? കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാം. അവിടെ ഇരിക്കും. ഇനി കേട്ടോ. മേലെ കോലോത്തിന്റെ ആയ കാലം എന്ന് വെച്ചാ തിളച്ചു നിൽക്കണ കാലം. എന്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു, കൊച്ചുരാമൻ. നല്ല ഒത്ത ആളായിരുന്നു കേട്ട, നല്ല നിറവും. ഞാൻ ഈ പറയണത് ഞാൻ ജനിച്ചേൽ പിന്നുള്ള കഥയാണ്. കേട്ടാ മതി, മൂളണ്ട. ഒരു ദിവസം അച്ഛൻ തെങ്ങേ ചെത്തിക്കുരുണ്ടിരിക്കുമ്പോ ദൂരെ കോലോത്തെ കുളത്തിൽ ഒരു ഒച്ച. നോക്കിയപ്പോ എന്താണ്? ഇപ്പൊ അവിടെ ഒരു വലിയ അമ്പുരാട്ടി കോലോത്ത് മുറിയിൽ പൊങ്ങാവാദം പിടിച്ച് കിടക്കണില്ലേ? മനോരമ തമ്പിരാട്ടി. ആ തമ്പിരാട്ടി കോലോത്തെ കുളത്തിൽ നിന്നങ്ങണ്ട് നിർമ്മാണം കുളിക്കുന്നു. നാണക്കേട്. എനിക്ക് കേക്കണ്ട. കേക്കണമെന്ന് പറഞ്ഞ് നിന്നെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്ന കോടി. തനിക്ക് എങ്ങനെയാണ് കേക്കണ? ഞാൻ കേക്കായിരുന്നു. ആ, കേക്കാൻ നല്ല രസം അല്ലേ? കൊച്ചുബാവയുടെ അച്ഛന്റെ കഥയാണല്ലോ. കേട്ടോ കേട്ടോ. അന്ന് മനോരമ തമ്പുരാട്ടീനെ കണ്ട എങ്ങനെ ഇരിക്കുമെന്നാ? സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഇരിക്കും. കുളിക്കാനിറങ്ങിയ കുളത്തില് പൊന്ന് കലക്കിയിട്ടുണ്ടോ എന്ന് തോന്നും. തമ്പുരാട്ടിയുടെ നിറയെ
കുളി കഴിഞ്ഞ് പോയാലോ? വഴിനീള മണാണ് തമ്പുരാട്ടിയുടെ മുടിത്തുമ്പേ നിറ്റി വീഴുന്ന വെള്ളത്തിന്റെ മടയിൽ. അങ്ങനത്തെ തമ്പുരാട്ടിയാണ് കോലോത്തെ കുളത്തിൽ നിന്ന് കണ്ട് നിർമ്മാണം കുളിക്കണത്. അച്ഛനല്ല, അപ്പൂപ്പനാണേലും നോക്കിപ്പോകും. നോക്കുവാ ഇല്ലേ? സാറ് പറ, നോക്കുവാ? നോക്കിപ്പോ. അപ്പൊ താനും നോക്കും. അന്ന് മുതല് എല്ലാ ദിവസവും തമ്പുരാട്ടി കുളിക്കാൻ വരുമ്പോ അച്ഛൻ തെങ്ങേ കയറും. ഇല്ലെങ്കിൽ അച്ഛൻ തെങ്ങേ കയറുമ്പം തമ്പുരാട്ടി കുളത്തിലിറങ്ങും. അങ്ങനെ അവര് തമ്മിൽ എങ്ങാട്ട് അടുത്ത്. ഒരു ദിവസം എന്നാ പറ്റി? അച്ഛന്റെ കുടുക്ക കോലോത്തെ തമ്പുരാട്ടിയുടെ മുറിയിൽ കിടക്കണ്. കുടുക്കയോ? അതേടോ, ചെത്താൻ ചെയ്യുമ്പോ ചെളി കൊണ്ട് കിടക്കണ ചെറിയ കുടുക്ക തമ്പുരാട്ടിയുടെ മുറിയിൽ പൊട്ടി വീണതാണ്. അതാരുടെ കയ്യിൽ കിട്ടി? മുറി അടിച്ചു വാരാൻ വന്ന വേലക്കാരുത്തിയുടെ കയ്യിൽ കിട്ടി. അവ അതെന്നാ ചെയ്ത് അച്ഛന്റെ കുടുക്ക കൊണ്ട് എന്ന് വലിയ തമ്പുരാന്റെ കയ്യിൽ കൊടുത്തു. പോരെ പൂരം, കൊല്ലും കൊലയുള്ള കാലം. ഭയങ്കരം. കേട്ട് കഴിഞ്ഞിട്ട് പേടിച്ചാ മതിയടോ. ഒരു ദിവസം അന്തി ചെത്താൻ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല. നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോ എന്നാണ്? അച്ഛനെ വെട്ടിയെരിഞ്ഞ് ചെത്ത് തെങ്ങിന്റെ ചുവട്ടിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ആ കണ്ണപ്പോഴും തുറന്നു തന്നെ ഇരിപ്പുണ്ട്. കേട്ട കണ്ണാണല്ല എല്ലാ കുഴപ്പമുണ്ടാക്കിയത്. പുള്ളിക്കാരൻ അത് അപ്പോഴും അടച്ചിട്ടുണ്ടായിരുന്നില്ല. കേസൊന്നും ഉണ്ടായില്ലേ? കേസാ. താനിത് എവിടെ നിന്ന് ഇറങ്ങി വരണ്ടോ? കോലോത്തെ തമ്പുരാനെതിരായിട്ട് കേസ. അച്ഛന്റെ കഷ്ണമൊക്കെ കിടന്നത് തെങ്ങിന്റെ ചോട്ടിലാണെങ്കിലും വെട്ടി എരിഞ്ഞത് തമ്പുരാട്ടിയുടെ മുറിയിൽ വെച്ച് തന്നെയായിരുന്നു. അവിടുന്ന് വാരിയെടുത്ത് ചെത്തു തെങ്ങിന്റെ ചോട്ടില് കൊണ്ടുവന്നിട്ടതാണ്. അത് ചെയ്തവര് പിന്നീട് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്നാ ചെയ്യാനൊക്കും? കാലമേതാ? അന്ന് അതൊക്കെ നടക്കും അല്ലേ? ഇല്ല, നടക്കുകയല്ല. നടന്ന കാര്യല്ലേ പറഞ്ഞത്, വേറെ ആരുടെയും കാര്യമല്ലല്ലോ. എന്റെ തന്തയുടെ കാര്യല്ലേ പറഞ്ഞ്. അതോടെ മനോരമ തമ്പുരാട്ടി കോലോത്ത് നിപ്പായി പോയി. തമ്പുരാട്ടിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞെന്ന, കല്യാണം കഴിക്കാൻ ആരും വന്നില്ലെന്ന ഒക്കെ പറയണ കേട്ട് നേരേതാന്ന് ആർക്കറിയാം. അങ്ങനെ നിന്ന് അവസാനം തമ്പുരാട്ടി കിടന്ന് പിന്നെ പൊങ്ങിയിട്ടില്ല. പൊങ്ങാവാദം, പൊങ്ങാവാദം, പൊങ്ങാവാദം. നമസ്കാരമുണ്ട്. അടുത്തത് ഒന്നിങ്ങട് വന്നിട്ട് പോയി. അറിഞ്ഞ് എന്താണാവോ തീരുമാനം? ചാരായം മാറ്റണ കാര്യല്ലേ? ഉവ്വ. അത് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഹൗ, ആശ്വാസമായി. എന്നാൽ ഇന്ന് ഇവിടെ ഒന്ന് ഇരിക്കാ പറഞ്ഞാല് ഇല്ല, പറയണില്ല. ഇല്ല അച്ഛാ, വേണ്ട. ഒരു സംശയം ചോദിച്ചാട്ടെ? ചോദിക്കാലോ. ആന ഇപ്പം കൂട്ടത്തിലുണ്ടാ? ആനയോ? ഇല്ലാലോ. ഇല്ലെങ്കിൽ പിന്നെ ഈ തോട്ടിയും വടിയൊക്കെ എന്നാത്തിനാ കൂടെ കൊണ്ട് നടക്കണേ? അതോ, അത് ഈ കൈയും കാലത്തിനാ കൊണ്ട് നടക്കണേ. അതൊരു ചോദ്യാണല്ലോ ആന നായര്. എടോ സാറേ, എന്തോ താൻ ഈ കയ്യും കാലും എന്നാത്തിനാ കൊണ്ട് നടക്കണേ? കൈ കണക്കെഴുതാൻ, കാല് മുതലാടെ പിന്നാലെ നടക്കാൻ. താൻ അവിടെ ഇരി. ഇതും എന്റെ ശരീരത്തിന്റെ ഭാഗ കൊണ്ടു നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. കോലോത്തെ ആന ഏഴായിരുന്നു കേട്ടിരിക്കും. കണ്ടിട്ടുണ്ട്. ആറിനെ വിറ്റു. ഏരാമൻ, വല്യകൊമ്പൻ, ചന്ദ്രശേഖരനെ അവനെ മാത്രം വിറ്റില്ല. വാങ്ങാൻ ആളില്ലെങ്കിൽ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. വയസ്സായ ആന ആരാ വാങ്ങുക? എഴുന്നള്ളത്തിലും കൊള്ളില്ല, തടി പിടിക്കാനും പറ്റില്ല. കോലോത്ത് ബുദ്ധിയുള്ള എല്ലാരും അവിടെ ഓഹരി വാങ്ങി നേരത്തെ പോയല്ലോ. പിന്നെ ചന്ദ്രശേഖരൻ നോക്കേണ്ട ഭാരം രാമൻ നായർക്കായി. ആന വയസ്സയച്ചാലും തീറ്റ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതിനൊട്ട് വഴിയില്ല. ഇതിനിടയില് ആനയ്ക്ക് വാദവും. സുഖായില്ലേ? തളമല ചോട്ടിൽ അങ്ങോട്ട് വീണു.
ഉവ്വ, ഉവ്വ. ഉവ്വ. ആ, നിർത്തിക്കളഞ്ഞ. ഇനി പറയണോ? അയ്യോ പിന്നെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ല അച്ഛൻ പറയണില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കേൾക്കുന്നുണ്ട്. പറ. ആന തലപ്പുറത്തോട്ട് വീണ കാര്യം രാമനായർ എല്ലാവർക്കും എഴുതി. ഒന്നുകിൽ ആനയെ ചികിത്സിക്കണം, ഇല്ലാച്ച രാമനായരെ കൊല്ലണം. കത്ത് കിട്ടേണ്ട താമസം. അവകാശികളെല്ലാം ഓടിയെത്തി തലമുറ ചോട്ടിൽ ചെന്ന് ആനയെ കണ്ടു. ഒരു കുല പഴം വാങ്ങി രാമനായർക്ക് തന്നു. ചന്ദ്രശേഖരന് കൊടുത്തോളൂ. സന്തോഷായില്ലേ? പഴം തിന്നു കഴിഞ്ഞ് അവനൊന്ന് അലറി. അതോടെ എല്ലാം കഴിഞ്ഞു. പഴത്തിനകത്തെ വിഷായിരുന്നേ. രാമൻ നായർ അറിഞ്ഞില്ല. ശരിയതിനു മുമ്പ് അവനൊരു നോട്ടം നോക്കി. എനിക്ക് വിഷം തന്നൂല്ലേ? അതായിരുന്നു ആ നോട്ടം. കഷ്ടം. ആന ചെരിഞ്ഞ് കൊമ്പ് രണ്ടും അറുത്തെടുത്ത് തൂക്കി വിറ്റു. ആവാസികൾ വന്നാൽ അതേപോലെ പോവുകയും ചെയ്തു. രാമനായർക്കോ? രാമനായർക്ക് വിഷം തന്നില്ല, ഈ തോട്ടിയും വടി മാത്രം തന്നു. എന്നാച്ചിന് എന്നെങ്കിലും ആനയെ വാങ്ങുമ്പോ ഉപകാരപ്പെടട്ടേന്ന് കരുതി കാണും. സ്നേഹമുള്ളവരാ. സംശയമില്ല, ഭയങ്കര സ്നേഹം. ആ, അന്ന് മുതൽ ഞാൻ ഇതിങ്ങനെ കൊണ്ടു നടക്കും. വേണ്ടാന്ന് നോക്കിയാൽ കഴിയണില്ല. ഇതിന്റെ അടുത്തുള്ളപ്പോഴേ എന്റെ ചന്ദ്രശേഖരനും എന്നോടൊപ്പം ഉണ്ടാകും. പാവം. എങ്കിൽ പിന്നെ കൊണ്ട് നടന്നാട്ടെ. അല്ലോടോ സാറ്? അവിടുത്തെ ചിത്തം. എന്തേ? അല്ല, മുതലാളി ഇഷ്ടമെന്ന് പറയായിരുന്നു. താൻ പിന്നെ പിത്തം എന്ന് പറഞ്ഞതോ? പിത്തമല്ല മുതലാളി, ചിത്തം മനസ്സ്. വിട്ടിരിക്കണേ. അപ്പൊ പിന്നെ ആനയും കൊണ്ട് കോലോത്തോട്ട് പോകല്ലേ? ഞങ്ങൾക്ക് ഒരു ഇച്ചിരി കാര്യം ഉണ്ടായിരുന്നു. കോലോത്ത് ചെന്ന് എന്താ പറയാ? കുഴപ്പമൊന്നും ഇല്ലെന്ന് പറ. എന്റെ സ്ഥലത്തിട്ട് വാറ്റുന്ന ചാരായത്തിന്റെ മണം തമ്പുരാട്ടിമാരുടെ അടുത്തോട്ട് ചെല്ലുകയില്ല. അതിനുള്ള പണി ഞങ്ങ ചെയ്തോളാം. അപ്പോ മാറ്റാൻ തന്നെയാ തീരുമാനം? അയ്യോ പിന്നെ വെറും തീരുമാനമൊന്നല്ല, അത് എന്റെ വലിയൊരു ആശയാണ്. അത് നടക്കണം, നടത്തും ആനനായരും. തമ്പുരാട്ടിമാരുടെ കാര്യം അത് തമ്പരാക്കന്മാര് നോക്കണം. എനിക്ക് മിച്ചം വരുന്ന കള്ളിന്റെ കാര്യമാണ് വരുന്നത്. അത് ഞാൻ വാറ്റും, അവിടെ തന്നെ ഇട്ട് വാറ്റും. ഇല്ല രാമനായരെ, ഓരോത്തവ നടക്കില്ല. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കും. ഇതാര്? ഞാൻ ആരാണെന്ന് അച്ഛന് മനസ്സിലായില്ല? ഇല്ല. എന്നാ മനസ്സിലാക്കണ്ട. വേണ്ട ഇനി ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. നമ്മളാര്? ഞാൻ ആരെങ്കിലും ആകട്ടെ, ആ തമ്പുരാട്ടി ഇവിടെ വന്ന് പറഞ്ഞതല്ലേ, അവിടെ ഇട്ട് വാറ്റിയായിരുന്നു പറഞ്ഞേക്ക് രാമനായരെ. ആളും തരോ നോക്കണ്ടേ? നിക്ക് ഇതൊക്കെ പറയാ. നിങ്ങൾ രണ്ടാളും ആരാണെന്ന് ഞാനൊന്ന് അറിഞ്ഞാട്ടെ. ആ നിക്കണത് നിങ്ങളുടെ മകൻ. ഇവനാ എന്ന് ആര് പറയണത്? അവനെ പറ്റി ഞാൻ പറയണത്. അവനെ പെറ്റത് നീയായിരിക്കും. നീ എന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു? എന്നത് നീ എന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞ്? ആര് പറയണം? ഞാൻ പറഞ്ഞാ പോരെ? പോരാ. ശിവ ഓടോ. തെറ്റിയോ? ഓടോ. ഇറങ്ങണോ പുറത്ത്? ആയിക്കോട്ടെ. എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ല, ഇതായിരിക്കും നിങ്ങൾക്കും അനുഭവം. ഏറെ കളിച്ചാൽ അവൻ എന്റെ മകനുമല്ല, നീ എന്റെ ഭാര്യയല്ല. പിന്നെ അങ്ങ് ചുമ്മാ ഒന്ന് പറഞ്ഞാ മതിയാ? ഇല്ല, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ സമ്മതിക്കാനാ തോന്നുന്നത്. നീ എന്തിനാണ് അവിടെ നിക്കണേ? കേറി പോടാ അപ്പുറത്ത്. ചെറുക്കണ നിർത്തി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മര്യാദ വേണ്ടേ? ഇതിലെവിടെയടി മര്യാദ കേട്? എടി, ഞാൻ ചെത്താൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് നീ നിന്റെ വീട്ടിൽ നിന്നാണ്ട് എന്തെങ്കിലും കയ്യും കലാശൊക്കെ അങ്ങ് കാണിക്കും, ഞാനും കാണിക്കും. ഒരു ദിവസം ഞാൻ നിന്റെ കൈവാടി വിളിച്ചപ്പോ നീ ഇങ്ങാട്ട് ഇറങ്ങിപ്പോന്നു. നിന്റെ ആകളമാര് നാണം കെട്ട നാറികളായതുകൊണ്ട് ഞാൻ നിന്നെ പൊറുപ്പിച്ച്. അവനെ നീ പെറ്റ്, അതുകൊണ്ട് ഭാര്യയാകുക. എടി, ഭാര്യയാകണേ വേറെ നിയമമുണ്ട്. രേഖ വേണം, രേഖ. ഇല്ലെങ്കിലേ ഇറക്കി വിട്ടാൽ ഇറങ്ങിപ്പോണം.
അമ്മയും മോനും അതറിഞ്ഞിരുന്നാ നല്ലത്. പിന്നെ ഒരു കാര്യം, നീ ഒന്ന് ഇങ്ങോട്ട് നോക്കി, നീ ഇവനെ ഒന്ന് ഗുണദോഷിച്ചേക്കണം. മേലാ ഇവൻ പോലത്തെ കാര്യത്തിലൊന്നും തലയിടരുത്. ഞാൻ പറഞ്ഞു വരുമ്പോ ചിലപ്പോ ഇവൻ കാണുകയല്ല, പേടലി മുരിക്കാൻ തൂരെറിഞ്ഞു കളയും. എന്നെ കൊല്ലുന്നതിന് അച്ഛൻ ആരുടെങ്കിലും അനുവാദം വേണോ? കൊന്നോ? എന്നാലും ന്യായമല്ലാത്ത കണ്ട ഞാൻ എതിർക്കും. നീ എന്നെ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറ്റാതെ സമ്മതിക്കയില്ലെന്നത്. ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് കോലോത്തുകാരോട് ശത്രുതയുണ്ട്, അതിന് പ്രതികാരം ചെയ്യണത് അവിടെ ചാരായം മാറ്റിയിട്ടാണ്. വേറെ വഴിയില്ലടി. ആ കോവിലകം നിൽക്കുന്നിടത്ത് കുളം കുഴിക്കണമെന്ന് കൊച്ചിലേ മുതലുള്ള എന്റെ ഒരു ആശയായിരുന്നു. ഓരോരോ ബാലചാമല്യങ്ങളെ എന്തോ അല്ല, കൊച്ചിലെ മുതൽ നല്ല ബലനായിട്ടൊന്ന് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. അയ്യോ, മുതലാളിക്ക് വിശ്വാസമില്ലേ? പിന്നെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാൻ മേലെ. എടി, അതിനു വേണ്ടിയിട്ടായിരുന്നു അവകാശികളെല്ലാം ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. പക്ഷേ എങ്കിൽ ആ തമ്പിരാട്ടിമാര് മാത്രം എനിക്ക് തന്നില്ല. തന്നിട്ട് അവറ്റങ്ങ എവിടെ പോവുന്നാ? എവിടെ പോകുമെന്ന് ഞാൻ കാണിച്ചു തരാമെടി. വാറ്റ് തുടങ്ങുമ്പോ താനെ വെളിച്ചാടും. എന്നിട്ട് ഞാൻ കൊടുക്കണതും മേടിച്ചോണ്ട് അവകാശവും എഴുതി എനിക്കും തന്നേച്ച് എങ്ങോട്ടെങ്കിലും പോകും. അതോടെ വാറ്റ് നിർത്തിയിട്ട് ഞാൻ അവിടെ ഒരു കുളം കുഴിക്കും. ഓ, പണ്ടങ്ങാണ്ട് കഴിഞ്ഞൊരു കാര്യമാണ്. ഇത്ര കൊല്ലായിട്ടും നിങ്ങൾക്കത് മറക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഈ മങ്കേ കൊല്ലം കുറെ കഴിഞ്ഞാലും തന്ത മാറിപ്പോകൂടി. അന്നും ഇന്നും കൊച്ചുവാവയുടെ തന്ത കൊച്ചുരാമൻ തന്നെയടി. പിന്നെ എങ്ങനെ ഞാനത് മറക്കണത്? കൊച്ചുരാമന്റെ രക്താണ് മരിക്കണത് വരെ മറക്കല. ഓരോത്തിന്റെ ചാരായം മാറ്റാൻ പോലീസ് സമ്മതിച്ചില്ലെങ്കിലോ? പോലീസിന്റെ സഹായം കൊച്ചുവാവയ്ക്ക് എന്തിനാണ്? അതിന്റെ മുകളിലുള്ളവർ സമ്മതിച്ചാ പോരെ? ഇടമണ്ട, കെട്ടേണ്ടവരെല്ലാം കെട്ടേണ്ട പോലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കൊച്ചുവാവ ചാരായം വാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി വാറ്റാൻ പോണതും അങ്ങനെ തന്നെ. ഇനി അത് നടക്കില്ല. അച്ഛനെ പോലെ പണ്ടവരെ പലതും ചെയ്തോളൂ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇതങ്ങനെ വെച്ചോളൂ. നല്ല അസല് വാഴയില്ല. ആ കറുപ്പന്റെ ഒരു വാഴ നിങ്ങളുടെ വീടേ കാറ്റത്ത്. അപ്പോഴാ എന്റെ ഒരു വരവ്. തമ്പുരാന് തിന്നാൻ ഒരു ഇല വേണമെങ്കിലേ വെട്ടി എടുത്താട്ടെ. ഞാൻ പിന്നെ ആലോചിച്ചില്ല. അല്ല, കൂമ്പില നോക്കിയങ്ങ് വെട്ടി. ഇത് തമ്പുരാട്ടി, ഇത് രാമൻ നായർക്ക്. നാക്കിലിൽ ഊണ് കഴിച്ച കാലം പറഞ്ഞേ, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. എന്തായാലും എലിപ്പ നിവർക്കണ്ട രാമനായരെ. അതെന്താ? ഊണില്ല, അത് തന്നെ കാര്യം. ലേശ അരിയിരിപ്പുണ്ടായിരുന്നു, അത് ചോറുണ്ടാക്കി അച്ഛൻ പെങ്ങൾക്ക് കൊടുത്തു. സുഖമില്ലാണ്ട് കിടപ്പല്ലേ. അപ്പോ കൊച്ചമ്പ്രാട്ടിയോ? നമുക്ക് രണ്ടാൾക്കും കൊഴുക്കട്ട. ഗോതമ്പിന്റെയാ. 2 കൊഴുക്കട്ടയും അതിന്റെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചപ്പോഴേക്കും എനിക്ക് സുഖമായി. രാമനാർക്കുള്ളത് അപ്പുറത്ത് എടുത്തു വെച്ചിട്ട് എടുത്ത് കഴിച്ചോളൂ. എന്തേ ഇല പാഴായി പോയിന്ന് കരുതിയിട്ടാണോ ഈ വിഷമം? എന്റെ കാര്യത്തിൽ വിഷമൊന്നും ഇല്ല തമ്പ്രാട്ടിയെ. പിന്നെ എന്റെ കാര്യത്തിലാണോ? എനിക്ക് വിഷമമൊന്നും ഇല്ലല്ലോ. ഇല എന്തായാലും ചുരുട്ടി വെച്ചോളൂ. രാത്രിയിലെ ഊണ് അത് തന്നെ കഴിക്കാലോ.
നാണയമ്മ വരുമ്പോ അരി വാങ്ങിട്ട് വരാന്ന് പറഞ്ഞിരിക്കണു. നാളികേരം കൊടുക്കുന്ന ആളുടെ കയ്യിൽ പൈസ വാങ്ങാത്രേ. ഇപ്പൊ തന്നെ കണക്കിലേറെ വാങ്ങിയിരിക്കണു അവിടുന്ന്. എന്തായാലും തരാണ്ടിരിക്കില്ല എന്നാ പറയണത്. ശരി തമ്പ്രാട്ടി. എങ്ങോട്ടാ രാമനാരെ? എങ്ങടും ഇല്ല, ദാ പറഞ്ഞു. എവിടുന്നെങ്കിലും അരി കടം വാങ്ങാനാവോ? കടം വാങ്ങാനോ? കാശില്ലാച്ച കടം വാങ്ങണം, അല്ലാണ്ട് എങ്ങനെയാ? അത് ശരി. അപ്പോ ലതിന്ന് എന്ത് കഴിച്ചു? കുഴിക്കിട്ട. മോഹന വേണോ? ഗോതമ്പിന്റെയാ. ഇപ്പൊ എന്തായാലും വേണ്ട. എന്താ അത്? കണ്ടിട്ടില്ലേ പേഴ്സ്? ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്തിനാണാവോ? വാങ്ങാൻ പറഞ്ഞാ വാങ്ങിക്കണം. ശരി, വാങ്ങിച്ചിരിക്കുന്നു. അതിലൊരു 500 രൂപയുണ്ട്. വലിയ മുതലാളിയുടെ മകനല്ലേ, കാണാണ്ടിരിക്കില്ല. ദാ വെച്ചോളൂ. അത് ലത എടുത്തോളൂ. പണത്തിനൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ? അത് ശരി, മോഹൻ അങ്ങോട്ട് വാങ്ങൂ. എന്തിന്? എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയില്ലേ, ഇപ്പൊ ഞാൻ പറയണു മോഹൻ വാങ്ങിച്ചോളൂ. അത് ഞാൻ ലതയ്ക്ക് തന്നാണ്. മോഹന് വിഷമമൊന്നും തോന്നണ്ട, എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. സാരില്ല തമ്പുരാട്ടി, ഞാനല്ലേ തരുന്നത്, സ്നേഹം കൊണ്ട് തന്നല്ലേ. മോഹന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന സത്യാണോ? അത് ബോധ്യപ്പെടുത്താൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിശേഷിച്ച് ഒന്നും ചെയ്യണ്ട, ഇതങ്ങോട്ട് വാങ്ങിച്ചാ മാത്രം മതി. എന്നോട് സ്നേഹം വെച്ചാ ഇത് വാങ്ങണം. മോഹൻ എനിക്ക് സ്നേഹം എത്ര വേണേച്ചാലും തന്നോളൂ, ഞാൻ വാങ്ങാം. പകരം എന്റെ പ്രാണനം തരാം. പണം മാത്രം എനിക്ക് തരല്ലേ മോഹൻ. അതെന്താ? പണം വാങ്ങുന്നതും കൊടുക്കുന്നതും പണക്കാർ തമ്മിലാവണതാ ഭയം. ഒരു പരാതി ഉണ്ടാവില്ല. പാവപ്പെട്ടവര് വാങ്ങണം നന്നല്ല. അച്ഛൻ പറയുന്നത് കേട്ടിരിക്കണു. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വേണമല്ലേ? തന്ന എന്തായാലും ഞാൻ തിരിച്ചു വാങ്ങില്ല. അത് പറഞ്ഞാ പറ്റില്ല. ഇത് വാങ്ങിച്ചോളൂ. വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. വാങ്ങാനല്ലേ പറയണത്? ഇത് ഞാൻ തിരിച്ചു വാങ്ങിയല്ലോ ലതേ. പണം തന്നതിനാണോ ലത ഈ കരയുന്നത്? പിന്നെ മോഹനോട് എനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നില്ലേ? മോഹൻ കാരണമല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്? ഓ, അതാണോ? സാരമില്ല, എനിക്കൊരു തെറ്റ് പറ്റി, ഉടനെ തന്നെ തിരുത്തുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ ഇതാണോ ദേഷ്യപ്പെടല്, നല്ല കാര്യമായി. അപ്പോ മോഹൻ എന്നോട് വഴക്കില്ല? വഴക്കോ? എന്തിന്? ലത എന്നോട് പിണങ്ങിന്നല്ലേ ഞാൻ വിചാരിച്ചത്. അയ്യോ, ചിരിക്കല്ലേ, എനിക്ക് പേടിയാവണു. അത് കൊള്ളാം, ചിരിക്കണത് കണ്ട ആർക്കെങ്കിലും പേടിയാവോ? ഒരുപാട് ചിരിച്ച ഒരുപാട് കരയുന്ന നാണിയമ്മ പറയണത്. എന്ത് പറഞ്ഞാലും ലതയ്ക്കൊരു നാണിയമ്മയുണ്ട്. നാണിയമ്മയല്ലേ എന്നെ വളർത്തിയത്. ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ പോന്നേ പിന്നെ മോഹന്റെ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അത് അമ്മയ്ക്ക് എന്നെ ഇഷ്ടായോ? ഞാൻ ചോദിക്കുന്ന മോഹന് കേൾക്കുന്നില്ലേ? മോഹൻ മറുപടി ഒന്നും പറയുന്നില്ല. എങ്ങനെ പറയും? എന്തേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ? അമ്മയ്ക്ക് ലതി അങ്ങോട്ട് ഇഷ്ടായില്ല. നോണ, എന്നെ കളിപ്പിക്കണ്ടോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ലതി ഇഷ്ടായില്ല. അമ്മ പറഞ്ഞോ എന്നെ ഇഷ്ടായില്ലെന്ന്? ലതയുടെ ഈ കണ്ണും മൂക്കും ചുണ്ടും പല്ലും ഒന്നും അങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടായില്ല. എന്നിട്ട് അമ്മ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മക്ക് ഇഷ്ടായില്ല പിന്നെ അതൊന്നും എനിക്കറിയില്ല. അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഞാനിനി എന്താ ചെയ്യാ? മോഹൻ പറഞ്ഞോളൂ, അതുപോലെ ഞാൻ ചെയ്യാം. ലതയുടെ ഈ കണ്ണും മൂക്കും മുഖവും ഒക്കെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാ രക്ഷപ്പെട്ടു. അത് നടക്കോ? എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. എന്താ എന്താ അമ്മ പറഞ്ഞത്? എട്ടും പൊട്ടും തിരിയാത്തൊരു പാവം തമ്പുരാട്ടി കുട്ടി. അപ്പോ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാണല്ലേ? ഇല്ല പാവൂന്ന് പറയോ? പിന്നല്ലാണ്ട് അമ്മയ്ക്കിപ്പോ എന്നെക്കാൾ ഇഷ്ടം ലതയോടാണെന്നാ തോന്നുന്നത്. നോക്കൂ, എന്നിട്ട് എന്നെ കളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നുണ പറഞ്ഞിരിക്കുന്നു. നുണ പറയരുത് കേട്ടോ. ദോഷം മോഹൻ. നാണിയമ്മ പറഞ്ഞതാവും. അല്ല, ദോഷം തന്നെയാ. താൻ പിണങ്ങല്ലേടോ. ശരി, പറയുന്നില്ല.
ലതയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖേ ഉള്ളൂ. ദുഃഖോ? എന്തിന്? ലത കരയുന്നത് കാണേണ്ടി വരുമല്ലോ എന്നുള്ള ദുഃഖം. ഞാൻ എന്തിനാണാവോ കരയുന്നത്? നമ്മുടെ ഈ ബന്ധത്തിന് ആരെങ്കിലും എതിരുന്നാലോ? എതിരെ നിന്ന് വെച്ചാ നമ്മൾ രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് മരിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാ കരയണത്? മരിക്കാനോ? മരിക്കാൻ എന്തായാലും ഞാനില്ല. മോഹന് ഭയാണ് വെച്ചാ മോഹൻ മരിക്കണ്ട, ഞാൻ മരിച്ചോളാം. മോഹനില്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അത് തീർച്ച. അതിന് മരിക്കണോ ലതേ? ആരെങ്കിലും എതിർത്താ നമ്മൾ അങ്ങ് എതിർക്കും. മോഹന്റെ അച്ഛൻ എങ്ങനെയാ? അത് ചോദിക്കാനുണ്ടോ? അച്ഛൻ എതിർക്കുന്നുള്ളത് തീർച്ച. അതങ്ങനെ ഒരു സാധനമാണ്. സാധനം? അച്ഛനെ അങ്ങനെ ഒന്നും പറയരുതിട്ടോ, ദോഷാ. എന്ത് ദോഷം? ഒരു ദോഷമില്ല. ഇങ്ങനെ ഒരു അച്ഛൻ കുറെ നേരണ്ട് പുറത്ത് കേട്ടണ്ട് നിക്കണ്. എന്റെ കുറ്റ പറഞ്ഞ് ഇനി നിന്നാ പിന്നെ എന്റെ തന്തയുടെ കുറ്റം കൂടി പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് വന്നതാ. അല്ലേടോ സാറേ? എന്നതേ ഞാൻ എനിക്കിട്ട് വെക്കാൻ തുടങ്ങിയാലോ? പൊന്നു മുതലാളി, ആ അറിയാതെ വായിന് വീണുവതാ, ക്ഷമിക്കണം. ആ പോട്ടെ പോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു ഇടപാട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്ന കൊച്ചു തമ്പിരാട്ടി ആള് കൊള്ളാലോ. എടോ എന്തോ കാഞ്ഞ പുത്തി. ആ ഞാൻ ഈ കോവിലകം വിലക്ക് മേടിച്ചപ്പോ കൊച്ചു തമ്പുരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ്. ഇതാര് വെച്ച് തന്ന വേല? എടാ മകനെ, അപ്പളേ നിന്റെ അമ്മയ്ക്കും ഇതില് കൈയുണ്ട് അല്ലേ? ആ ഞാനന്ന് അങ്ങോട്ട് ചെന്നാട്ടെ. എടോ സാറേ, എന്തോ എന്റെ ഒരു സംശയം തീർന്നു. ദാ ഇവൻ എന്റെ മകൻ തന്നെ. ആഹാ, കൊച്ചുവാവയ്ക്കിട്ടാ. എന്റെ പൊന്നു മുതലാളി, ഞാൻ വേറെടുത്ത് മൂടാൻ വെച്ചതാ, അറിയാതെ വായിന് വീണ് പോയി. ഓട്ടെ, സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു. എടോ അത് ഞാനല്ലേ പറയേണ്ടത്? മുതലാളി പറയാൻ വയ്ക്കുന്നുണ്ടേ ഞാൻ സഹായിച്ചതല്ലേ മുതലാളി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറെ ഇട്ട് സഹായിക്കുന്നുണ്ടാ. ദേ ഒന്നങ്ങ് വച്ചു തരും. ആ എടോ എന്തോ ഈ പെണ്ണ് ജാകാന്ന് പറഞ്ഞപ്പോ അത് പറ്റിയേലാന്ന് ഇവൻ പറഞ്ഞത് കേട്ടാ? കേട്ടു മുതലാളി. അപ്പൊ അവന് ബുദ്ധിയുണ്ട്. ഇവൻ എന്റെ മകൻ തന്നെ. ചെല്ല്, വീട്ടിലോട്ട് ചെല്ല്, ഞാൻ പിറകെ വരണം. പോടാ എടാ, പോടാ വീട്ടിലോട്ട്. മോഹൻ പൊക്കോളൂ, വഴക്ക് വേണ്ട, പൊക്കോളൂ മോഹൻ. ഇല്ലതേ, ഞാൻ പോവില്ല. പോകാണ്ട് പിന്നെ മോഹന്റെ അച്ഛൻ നിന്നില്ലേ? മോഹന്റെ അച്ഛനാകണതിന് മുമ്പ് ഞാൻ കൊച്ചുരാമന്റെ മകനായിരുന്നു. കൊച്ചുവാവ എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇല്ല, അങ്ങനെ ഞാൻ വിളിക്കില്ല. എങ്കിൽ ആരുടെയും അച്ഛനാക്കിയിട്ട് എന്നെ വിളിക്കണ്ട, എനിക്ക് പേരുണ്ട്. പോടാ വീട്ടിലോട്ട്. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ പിന്നെ എന്നാ ഇവിടെ താമസിക്കാൻ പോകുക? അച്ഛൻ പോയിട്ട് ഞാൻ പോകും. അതിന്റെ ആവശ്യം അല്ല മുതലാളി, നമുക്കൊരു ബുദ്ധി പ്രയോഗിച്ചാലോ? കുത്തിയ എന്നതാണ്? അല്ല, ആരാദ്യം പോകണമെന്ന കാര്യത്തിലാണല്ലോ ഇവിടെ ഇപ്പൊ ഒരു തർക്കമുള്ളത്. എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്ന അത്ര അന്തസ്സല്ല. അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ, നമുക്ക് ആദ്യം പോയേക്കാം. ബുദ്ധി എങ്ങനെ? കുത്തിയൊക്കെ കൊള്ളാം, പക്ഷേങ്കില് അത് തന്റെ പറഞ്ഞാ മതി. ഓ, എന്തൊരു നാറ്റം, എന്തൊരു നാറ്റം, ഹോ, എന്തൊരു നാറ്റം. എടുത്തെടുത്തോ പോട്ടെ. എടുക്കാനോ? ഞാനോ? നിനക്കെന്താടി തറയിൽ നിൽക്കാൻ മേലെ? അയ്യോ, എനിക്ക് ആള് തെറ്റി. ഇവിടെ ഒരു ആനക്കാരൻ ഉണ്ടായിരുന്നല്ലോ. ആ ആനക്കാരൻ ആനയെ കുളിപ്പിക്കാൻ പോയി. അങ്ങോട്ട് ചെല്ല്, ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി കാര്യമുണ്ട്. ഇറങ്ങ 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 ഇറങ്ങ. കറകറാന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റുവാ? ആനക്കാരൻ വന്ന് കാശ് മേടിച്ചിട്ട് കല്യാണി വേണുള്ളൂ. ചേടാ, ഇവിടെ വരുന്നവർക്കൊന്നും പോകാൻ ഇഷ്ടമില്ല മുതലാളി. അത് ശരി. അപ്പൊ ഈ കാര്യത്തില് നനക്കും കൈയുണ്ടല്ലേ? ഏത് കാര്യത്തി? ഇവരെ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിപ്പിച്ചേല് എന്നാ കിട്ടും? എന്നാ കിട്ടും കമ്മീഷൻ? അപ്പോഴേ കൊച്ചുവാവ മുതലാളി മുതലാളി ചെത്തി നടക്കപ്പോഴും കുറത്തി കല്യാണിനെ അറിയാല്ല. കല്യാണിക്ക് ഇപ്പറഞ്ഞ വാണി ഉണ്ടായിരുന്ന അടിക്കാടിക്കണ്ട. എടി, നീ പിന്നെ എന്നാത്തിനാ അവർക്കിട്ട് ഇങ്ങനെ കയ്യും കലാശവും കാണിച്ചുകൊണ്ടിരുന്നത്? അതിന് ഞാനൊരു മനുഷ്യത്തെയായിട്ട് ദേ കല്യാണിയോട് വിവരക്കേട് പറഞ്ഞേക്കരുത്. എടോ, ഇവള് പറഞ്ഞത് ഞാൻ കേട്ടാ. കേട്ടു മുതലാളി. ഹടിയുടെ കരണത്തിട്ട് എന്താണോ നോക്കി നിൽക്കുന്നത്? ഹടിയുടെ കരണത്തിട്ട് രാമനാർ വന്നല്ലോ. രാമനാരെ, മുറികൾ താക്കോൽ ഇവിടെ. മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞാല് വാറ്റാനുള്ള ഉപകരണങ്ങളും കള്ളും നോക്കിയിട്ട് ആള് വരും. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോന്ന്?
എടോ ആ മുറിയടക്ക താക്കോൽ എവിടെ? എന്തിനാ എന്നത് താക്കോൽ എന്തിനാണെന്ന് നിന്നോട് ഞാൻ താക്കോൽ ചോദിച്ചു. വേണ്ട രാമനാരെ, താക്കോൽ കൊടുക്കണ്ട. എടാ നിനക്ക് പിരാന്ത? എടാ ഇത് കൊച്ചുവാവ് വിലക്ക് മേടിച്ച സ്ഥലമാണ്. ചാരാ മാറ്റാൻ വേണ്ടിയാണോ വിലക്ക് വാങ്ങിയത്? ഞാൻ ഇവിടെ ഇട്ട് ചാരായം വാറ്റേ ചക്കക്കുരു വാറ്റേ എന്നാ വേണമെങ്കിലും ചെയ്യും. നിനക്ക് എന്നാ കിട്ടും? എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു ഞാൻ കാണിച്ചു തരാം. ഇത്തിരി പോരില്ലാത്ത നീയാ കൊച്ചുവാവാടാ. പോടാ. വേണ്ട മോഹൻ, വഴക്ക് വേണ്ട. അച്ഛൻ വിചാരിച്ച പോലീസിനെ കെട്ടാൻ പറ്റും. ഞാൻ വിചാരിച്ചാലേ കുറെ കൂട്ടുകാരും കിട്ടും. ഇവിടെ ഇട്ട് ചാരാൻ പറ്റിയ അതെല്ലാം കൂടി ഞാൻ അടിച്ചുടയ്ക്കും. വേണ്ട മോഹൻ, വഴക്ക് വേണ്ട. അവിടെ മിണ്ടാണ്ടിരിക്കും. അത് ശരി. അപ്പൊ നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ? ഈ ഉണക്ക പെണ്ണിന് വേണ്ടി നീ നിന്റെ തന്തോട് എതിരിടും അല്ലേടാ? നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ. അങ്ങനെയാ കൊള്ളാമാ? എന്നെ കൂടി തല്ലിക്കോളൂ. മോഹനെ തല്ലി മതിയല്ലേ? എന്നെ കൂടി തല്ലിക്കൊന്നോളൂ. എടി പെണ്ണേ, ആട്ടിയാലും എടീന്ന് വിളിക്കാറില്ലേ? എന്നിട്ടിപ്പം കൊച്ചുവാവ വിളിച്ചു. എന്നിട്ട് കൊച്ചുവാവയ്ക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ആളും തരവും കണ്ട് ആട്ടിയില്ലെങ്കിലേ ഒരു വെട്ടങ്ങ് വെച്ച് തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓട്ടെ. എടി പെണ്ണേ, കൊച്ചു തമ്പുരാട്ടി, നീ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഈ ഭൂമിയിൽ അവന്റെ കൂടെ പുറക്കാന്ന് നീ കരുതണ്ട. കൊച്ചുവാവയുടെ കൊലച്ചിൽ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടി. ഊര് വേണമെങ്കിൽ അവനെ മറന്നേരും. വാടോ സാർ. കല്യാണി ഇത് നേരത്തെ പറഞ്ഞാണ്. കൊച്ചപ്രാട്ടി കേട്ടോ? എനിക്ക് മോഹനെ കാണണം. ഇപ്പൊ തന്നെ കാണണം. എങ്കി കല്യാണി പോയി നോക്കിയിട്ടും വരാം. കൊച്ചപ്രാട്ടി വരണ്ട. എന്തായാലും ഇപ്പൊ ഒരു കാര്യം രാമനാർക്ക് ഇങ്ങനെ ബോധ്യമായിരിക്കണോ? കണ്ണി ചോറില്ലാത്തവരാ ഈ കോലത്ത് തവറാക്കന്മാര്. അന്ന് ചന്ദ്രസേനന് കൊടുത്തതിൽ ഒരു തുള്ളി വിഷം എടുത്തന്നു വെച്ചാൽ വല്യമ്പ്രാട്ടിയും കൊച്ചമ്പ്രാട്ടി രാമൻ നായരും ഈ ഭൂമിയിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നില്ലേ? ഇല്ലാലോ. അത് തന്നെച്ചാലും സന്മനസ്സൊക്കെ വേണേ. അവർക്കൊക്കെ അവരെ കാര്യമോ വലുത്. കൊച്ചമ്പ്രാട്ടി കരയണ്ട കേട്ടോ. രാമനാര് പോയി മോഹനെ നോക്കിട്ട് വരാം. കരയണ്ട കേട്ടോ. ഈ കോലോത്തിന്റെ സുഹൃതം. കൊച്ചമ്പ്രാട്ടിയെ മോഹൻ, എവിടെ തല്ലിയത്? ഞാനൊന്ന് കാണട്ടെ. കരയാണ്ടിരിക്കും. തിരക്കി ചെന്നപ്പോ അമ്പലക്കുളത്തിന്റെ പടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. വീട്ടിലേക്ക് പോവുകലാന്ന്. വേണ്ട, മോഹനെ ഞാൻ എങ്ങോട്ടും വിടില്ല. അയ്യോ കൊച്ചപ്രാട്ടി എന്നെയൊക്കെയാണ് ഈ പറയണേ. ഇനി ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല. മോഹനെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടില്ല. കണ്ടുപറ്റി ഇതുപോലെ അടിക്കാനല്ലേ? ഈ പറയണ വല്ലതും കേക്കണുണ്ടോ? കുട്ടികളുടേതായ ലോകം ഇല്ലേ കല്യാണിയെ? കുട്ടികൾക്ക് അവരുടെ വാശി, വലിയവർക്ക് വലിയ വാശി. ഇതിന്റെ ഇടയില് നമ്മളെന്താ ചെയ്യാ? എന്റെ ദേവി. രാമനായരെ, ഓ, എന്താ ഇതിനിപ്പോ ചെയ്യാ? തുളസി നീര് കുറച്ച് വെണ്ണയിലെടുത്താക്കി പുരട്ടിക്കോളും, ആശ്വാസം ഉണ്ടാവും. എന്നാലും വേഗം ആയിക്കോളൂ. ആയിക്കോട്ടെ ബ്രാട്ടി. മോഹൻ, അകത്ത് പോയി വെള്ളം ചൂടാക്കിയിട്ട്
അതൊന്നും വേണ്ട ലത. ലതയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ലത എന്നോടൊപ്പം നിൽക്കോ? മനസ്സിലായില്ല. എന്റെ അച്ഛൻ ഒരു ക്രൂരനാണ്. അച്ഛന്റെ എതിർപ്പ് സഹിക്കാൻ പറ്റാതാകുമ്പോ ലത എന്നെ ഉപേക്ഷിക്കോ? എന്റെ പ്രാണൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും മോഹനെ ഞാൻ ഉപേക്ഷിക്കില്ല. അത് തീർച്ച. ഒന്ന് തൊടാതെ പോയി വിരൽ തുമ്പിനാലിന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ. നിന്നെ പിന്നെ എന്നാ വിളിക്കണേ? എന്നാ ഉണ്ടെങ്കിലും പറ. ആരാണ്ടാ വടക്കാപ്പുറത്തായിട്ട് പോണത്? സുകുമാരനാണോടാ? ആ അങ്ങോട്ട് വാടാ, ചോദിക്കട്ടെ. എന്നതാണോ നിന്റെ കയ്യില്? ഇത് കുറച്ച് മീനാണ് മുതലാളി. മീനാ? മീനും കൊണ്ടാണോ നീ ഇങ്ങോട്ട് ഓടിക്കേറി വന്നത്? ഇറങ്ങി വെളിയിലിറങ്ങി. അത് കൊള്ളാം. മുതലാളി വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എന്റെ വായന എന്നതായിരുന്നു? മീനാണെന്ന് പറയാൻ മേലായിരുന്നു. നീ അത് അവിടെ കൊണ്ടുവച്ചിട്ട് വാ. ചോദിക്കട്ടെ. എന്നിട്ട് ആണുങ്ങൾ കയറി വരുന്ന വീടാണ്. എന്താ മീനും കൊണ്ട് ഇങ്ങോട്ടാ കയറി വരുന്നത്? ഈ മീനിനെ എവിടെ കൊണ്ടുപോകും? അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ മുതലാളി. ഇങ്ങോട്ടാ? എന്നാറ്റിന്? അതെ, മീനൊന്നും കിട്ടിയില്ല കറി വെക്കാൻ എന്ന് പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് തന്നു വിട്ടതാ. ഇത്രയും വലിയ മീനാ? നിക്ക് ചോദിക്കട്ടെ, ആ മീനിന് എന്നാ വില? എനിക്കറിയാൻ പാടില്ല. എന്നാലും ഒരു ഉദ്ദേശം. കണമ്പല്ല മുതലാളി, ഒരു 10-15 രൂപയെങ്കിലും വരും. അത് കറിയാക്കാൻ എന്നാ വില വരും? അതിപ്പോ ഉപ്പ്, മുളക്, എണ്ണ, കുടംപുളി അതെല്ലാം കൂടി ഒരു 6-7 രൂപ വരും. 15 രൂപ മീനിന്. കറി വെക്കാൻ അനുസാരി 7 രൂപ. 15ഉം 7ഉം. അതൊന്നും എനിക്കറിയാൻ പാടില്ല. മുതലാളി തന്നെ കൂടി കൂട്ടിക്കോ. പിന്നെ ഇതൊക്കെ നോക്കിയിരുന്ന ഈ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതിവിടെ വെക്കണം, അതെടുത്തോണ്ട് പോണം. നീ ഇത് കൊണ്ടുപോയി ഷാപ്പിൽ കൊടു. കൊച്ചുവാവ കണമ്പ് കറി കൂട്ടിയിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടാണ്. മങ്കപ്പ അങ്ങനെ മീൻകറി കൂട്ടണ്ട. ചെല്ലേ, അതുകൊണ്ട് ഷാപ്പിൽ കൊടു. എന്താടാ അപ്പോഴേക്കും ഇവിടെ വെള്ളം പൊങ്ങിയടാ? എടാ എന്നാ അതൊന്നുകൂടെ കേറ്റി കുത്തറ, അല്ലെങ്കിൽ അതിർത്ത് കയറി തലേ കെട്ട്. കാറിയൂണിയങ്കാരൻ ഇവൻ ആരടി? നിനക്ക് കണമ്പ് കറി കൂട്ടിയില്ലേ ചോറിറങ്ങത്തില്ല അല്ലേ? നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട. നിന്റെ പുന്നാര മകനെവിടെ? മോഹനചന്ദ്രൻ. അവൻ വന്നില്ല ഇവിടെ? ഞാൻ കണ്ടില്ല. അവൻ വരും. അപ്പോ അവന്റെ മുതുകൊന്ന് നോക്കണം നീ നന്നായിട്ട്. എന്നാത്തിന്? ഞാൻ അവനിട്ട് ശരിക്കും ഒന്ന് പൂശിയിട്ടുണ്ട്. എന്റെ കൈ ഒളുക്കി. എന്നാത്തിനാ മനുഷ്യനെ? കാര്യം ഉണ്ടായിട്ട് തന്നെടി. അവൻ കോലോത്ത് വെച്ച് എല്ലാരും കേക്കെ പറയാണ്, ഞാൻ അവിടെ ഇട്ട് ചാരായം പാറ്റിയ അവന്റെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് എല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു. അപ്പൊ അവനെ വെച്ചേക്കായ? നീ പറ, അവനെ വെച്ചേക്കായ? അതിനവിടെ വെച്ച് ചോദിക്കണായിരുന്ന? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചാ പോരായിരുന്ന? അല്ല, നിങ്ങളെ എല്ലാം കൊണ്ടാ തല്ലിയത്? കൈ കൊണ്ടൊന്നല്ല, ആനനായര് കൊണ്ട് കിടക്കണ വടിയില്ലേ, അതേ കിട്ടിയുള്ളൂ. അതേങ്ങ അത് വെച്ച് പെരുക്കി കൊടുത്ത് കണക്കിന് കൊടുത്ത്. ദൈവമേ, ആനവടി കൊണ്ടാണോ തല്ലിയത്? എന്നാ പിന്നെ നിങ്ങൾക്ക് അവനങ്ങ് തല്ലി കൊല്ലാൻ മേലായിരുന്നു. തല്ലി തീർന്നിട്ടില്ലടി. അവൻ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. എടി, ഞാൻ കാവലോത്തിട്ട് ചാരായം പാറ്റാൻ പോണേന് അവനെന്താടി ഇത്ര വലിയതെണ്ണം? വേറൊരു കാര്യം എടി, അവൻ ആ കോലോത്തെ പെണ്ണായിട്ട് അടുപ്പാണടി. കൊച്ചമ്പ്രാട്ടി. എന്നതാണ് അതിന്റെ പേര്? കോരുവല. അടുപ്പാണടി. ആണോന്ന്? അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയണ കേട്ടു. അത്രേ ഉള്ളു.
അപ്പൊ അതേപ്പറ്റി നിനക്കൊന്നും അറിയില്ലേ? അറിയണത് കൊണ്ടല്ലേ പറഞ്ഞത്. എന്നിട്ട് നീ ആ അറിവെന്താ എന്നോട് പറയാതിരുന്നേ? എങ്ങനെ പറയുമെന്നാ? എപ്പോഴും ചാടിക്കെടുക്കാൻ വരല്ലേ? അത് നേരാ, പേടി തോന്നും. പോട്ടെ, ആ കാര്യത്തില് നിന്റെ അഭിപ്രായം എങ്ങനെയാണ്? കൊള്ളാനാ കൊള്ളുകയിലാന്നാ? അല്ല, ഇപ്പൊ ചോദിക്കേണ്ട കാര്യം എന്നാ? ആദ്യം പറ. ഈ മാതിരി കാര്യം ഉണ്ടായാല് അമ്മയുടെ അഭിപ്രായമാണ് ആദ്യം അറിയേണ്ടത്. അമ്മ പറ. അല്ലേ, അവര് രണ്ടുപേരും ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മക്ക് എന്നാ? ഇന്നത്തെ കാലത്ത് ജാതി മതമൊക്കെ ആരാ നോക്കുന്നേ? ആര് നോക്കണ്? കാശുണ്ടാ? ജാതിയില്ല, മതം ഒട്ടുമില്ല. നമുക്ക് പിന്നെ ഒറ്റ മോനാണ്. ആണ്. അവന് കഴിയാനുള്ളതിലേറെ സ്വത്തും ഉണ്ട്. അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിന് നമ്മക്ക് എന്നാത്തിനാ? ഹേ, ഒരാവശ്യമല്ല. പെണ്ണ് നല്ലതായിരിക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര ശേലായി. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ എന്നാ? നിങ്ങൾക്ക് ഇഷ്ടാണെങ്കി പിന്നെ. നിങ്ങക്കിട്ടാണെങ്കി എടി, കൊച്ചുവാവ തന്തയ്ക്ക് പറഞ്ഞവനാടി. എന്റെ തന്തേനെ വെട്ടിയെരിഞ്ഞു കൊന്ന കോലോത്തൂന്ന് എന്റെ മകന് സംബന്ധ ഒരു വിങ്ങങ്ങ് വെച്ചതെന്നായിട്ടില്ല. വെട്ടി അരിഞ്ഞവരൊക്കെ പോയില്ലേ? ഇപ്പോഴുള്ളവര് എന്ത് പഠിച്ച്? അല്ലെങ്കിൽ തന്നെ കോലോത്ത് കേറിയിട്ടല്ലേ വെട്ടി അരിഞ്ഞത്? അല്ലല്ല, നീ ലാ പോയിന്റ് പറയുകയാ. എന്നാ ഞാനും പറയാടി, കോലോത്ത് ചെന്നത് തെറ്റ്. മുറിയിൽ എങ്ങനെ കേറി? വാതില് തുറന്നു കൊടുക്കാണ്ട് മുറി കയറാനൊക്കുവാ? അതാര് തുറന്നു കൊടുത്ത്? എന്തിനു വേണ്ടി തുറന്നു കൊടുത്ത്? പറയടി. ഇങ്ങേ നിങ്ങൾ നിങ്ങളുടെ മനസ്സുള്ളത് പോലെ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതേടി, ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത് ചെയ്തോളാം. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ തന്തേനെ വെട്ടി എരിഞ്ഞത് കൂട്ടിയെ കണ്ടുകൊണ്ട് എനിക്ക് വേറെ ചിലത് കൂടി കാണണടി. ഉദ്ദേശം? ഇവിടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്? എന്നാലും നിങ്ങൾ എന്റെ കുട്ടിയോട് ഇങ്ങനെ ചെയ്തില്ല. വേണ്ടിപ്പോകരുത്, മാറിയില്ലടി ഇങ്ങോട്ട്. പോടാ, അവിടെ അടുത്ത് പോയി നിൽക്ക്. കൊച്ചു തമ്പരാട്ടിയുടെ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ അങ്ങ് താമസിച്ച് കളയാന്ന് കരുതി അല്ലേടാ? അല്ല. പിന്നെ ഇവളെയും കൊണ്ടുവന്നത് നിനക്കായുള്ള ചങ്കുറപ്പ് എങ്ങനെ ഉണ്ടായി? എന്റെ അച്ഛനും അമ്മയല്ലേ എവിടെയുള്ളത്? നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ ലതയും കുട്ടി ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചു. നീ സമ്മതിച്ചാലേ അവരിവിടെ താമസിച്ചോളാം. അതെ, ലത ഇനി എന്റെ കൂടെ താമസിക്കാൻ പോണത്. നിനക്ക് സമ്മതമാണോന്ന്? ഇവള് മുണ്ടണില്ല, മോങ്ങനുണ്ട്. എന്നാലും കൊച്ചുവാവ സമ്മതിച്ചിരിക്കണം. പക്ഷേങ്കി ഇവളെ കൊണ്ട് എന്ന് കോലാത്തോട്ട് വിട്ടിട്ട് വരണം. എന്നിട്ട് നീ ഇവിടെ താമസിച്ചോ, ഇല്ലെങ്കിൽ ഇറങ്ങ ഇവളെ വിളിച്ചോണ്ട്. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. കോലോത്തിട്ട് നിങ്ങളെ കോലോത്തിട്ട് വെട്ടിയെരിഞ്ഞു വന്ന കൊച്ചുവാവയുടെ മകനാണ്. എനിക്കിനി ഒരു വാക്ക്. ഇറങ്ങണ ഇവളെ വിളിച്ചോണ്ട്. മിണ്ടിപ്പോകരുത്. ഞങ്ങൾ ഇറങ്ങും. ഓനെ നീ എവിടെ പോകുന്നടാ? ഈ അമ്മേനെ വിട്ട് പോകല്ലടാ. നെല്ല് ഇതും കൂടി കേട്ടോണ്ട് പോയാ മതി. പുറത്തിറങ്ങിയ നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കോലോത്ത് പൊറുക്കാനാണെങ്കിൽ ഞാൻ അവിടെ പൊറുപ്പിക്കല്ല, പുകച്ച് പുറത്ത് ചാടിക്കും. വിളിച്ചോണ്ട് ഇറങ്ങടാ. അവനെ വിടരുത്. നമ്മുടെ ആകെയുള്ള ഒരു മോനാണ്. ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ അവനെ തിരിച്ചു വിളിക്കേ. നീയൊന്ന് അടങ്ങടി മങ്ക. അവനെ പിടിച്ച് പെരയിലിട്ട് പൂട്ടിയിട്ട് ആ പെണ്ണിന്റെ ചന്തിക്കിട്ട് 4 അടിയും കൊടുത്ത് ഓടിക്കേണ്ടതാണ്. അതെനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്ത അവർക്ക് പിന്നെയും വാശി കൂടും. പോയിട്ട് വരട്ടടി. പുറത്തിറങ്ങാൻ ഒക്കുകയല്ല, പുറത്ത് കണ്ട പോലീസ് പിടിക്കും. അവളെയും കളഞ്ഞേച്ച് അവൻ വരുമടി. ആ ഒരു കുട്ടപ്പനായിട്ട് വരും. അങ്ങനെ വന്നാ നമ്മൾ പറയണതും കേട്ടോണ്ട്
അവനിവിടെ താമസിക്കും. പോയിട്ട് വരട്ടടി. നീ പിടയ്ക്കാതെ നിൽക്കുമെങ്കിൽ അവരെവിടെ പോയെന്നെങ്കിലും ഒന്ന് തിരക്കണ്ടേ? അവരെന്നാ കൊച്ചു കുട്ടികളാ കുളത്തിൽ വീഴാൻ? ആരും വാശിക്ക് വിടണ്ട. അനുഭവിക്കാൻ ഞാനുണ്ടല്ല. പറഞ്ഞത് പോലെ വരട്ട. എന്റെ സ്വാമി, ഇവളെപ്പോലൊരു പോഴത്തി. എടി അവര് പോയിട്ട് വരും, അല്ലാണ്ട് എവിടെ പോകാൻ? മുതലാളി, എവിടെ ഇരുന്നോ താൻ ഇത്രയും നേരം? ഞാൻ വാറ്റ് സാമാനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ. അതേതായാലും നന്നായി. നമുക്ക് ഇന്ന് തന്നെ കോലോത്ത് വാറ്റ് തുടങ്ങണം. എടോ, എന്തോ നമ്മുടെ പുത്രൻ ഞങ്ങളോട് കലഹിച്ചിട്ട് അവിടെ പൊറുക്കാൻ പോയിക്കണം. നേരോ? അതെ, അവനെ അവിടെ നിന്ന് ചാടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരണം. ആ തമ്പുരാട്ടിമാരെയും അവിടെ നിന്ന് കടത്താം. എന്നിട്ട് ആ കോലത്ത് നിങ്ങൾ എന്നാ ചെയ്യാൻ പോവുകയാണ്? നിന്റെ ചെവിയിൽ എന്നെ ആ പടച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ലായോ, ആ കോവിലകം നിൽക്കുന്നിടത്ത് എനിക്ക് കുളം കുഴിക്കണം. അതിൽ നിന്നൊരു കുമ്പിൽ വെള്ളമെടുത്ത് എനിക്ക് കുടിക്കണം. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. മകനെ മാത്രമല്ല, കോലോത്തെ തമ്പുരാട്ടി കൊച്ചുണ്ട്. രണ്ടുപേരും കല്യാണിയുടെ കുടിയിലുണ്ട്. നിന്റെ കുടിയില്ല? അവരവിടെ ഉണ്ടോ കല്യാണി? പിന്നെ എനിക്ക് നിങ്ങളെ ഓടിച്ചു കളയാൻ പറ്റുമോ? വഴിയേ പോണത് കണ്ടപ്പോ കാര്യം ചോദിച്ചു, പറഞ്ഞു കല്യാണിയുടെ കൂട്ടത്തിൽ പോന്നോ? പോന്നു. കപ്പയും പിഴുങ്ങി കാപ്പി തിളപ്പിച്ച് കൊടുത്തേച്ച് വന്നേക്കുവാണ്. നാണം കെട്ടവൻ. അവനിങ്ങോട്ട് വരട്ടെ. എങ്ങനെ വരും? ഇവിടെ അറുങ്കൊല തുള്ളുവല്ലേ. അവരവിടെ കഴിഞ്ഞോട്ടെ. കല്യാണി എനിക്ക് വിശ്വാസം. എടി എന്തിനവളെ? കൊച്ചുവാവയുടെ മകൻ കുറത്തി കല്യാണിന്റെ കുടിയില്ല. എന്ത് ചെയ്യാം? കൊച്ചുവാവ മുതലാളിയുടെ മകനും കോലോത്തെ കൊച്ചു തമ്പുരാട്ടിക്കും കുറത്തി കല്യാണി ചുണ്ണാമ്പ് വിറ്റ് ചോറ് കൊടുക്കേണ്ടി വന്നു. ഓരോരോ കാലവിശേഷങ്ങളെ ഭഗവാനേ. എടി, അവരെ ഇപ്പം തന്നെ അവിടെ നിന്ന് ഇറക്കി വിടണം. അതിനു വേണ്ടിട്ടല്ല വഴിന്ന് വിളിച്ചോണ്ട് പോന്നത്. അപ്പൊ നീ ഇറക്കി വിടുകയല്ല? അവരവിടെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ. എടി, അതെനിക്ക് മാനക്കേടാണെന്ന്. കൊച്ചുവാവൻ മുതലാളിക്ക് അതിമ്മടി മാനക്കേട് തന്നെയാണ്. പക്ഷേങ്കില് മാനം കെടിയേ നിവർത്തിയുള്ളൂ. കല്യാണി ഇറക്കി വിടുകയല്ല. എടി, അവരെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അതിനവരെന്നാ ചെയ്തപ്പ? എനിക്ക് ഇഷ്ടമുള്ള രണ്ട് പിള്ളേരും അതുങ്ങളെ എന്റെ വീട്ടിൽ പൊറപ്പിക്കണ്. അതിൽ ഒന്നാണ് ഒന്ന് പെണ്ണുമായിപ്പോയി. ആരുടെ കുറ്റം? അതുകൊണ്ട് അവരെവിടെ പൊറപ്പിക്കാൻ മേലെ? ഏത് പോലീസാ വരുന്നേന്ന് കാണാല്ല. എന്നത്? എടോ, പൊന്നു മുതലാളി, താളം ഒപ്പിച്ച് പറഞ്ഞതാ. തന്റെ ഒരു താളം ഒപ്പിച്ചു തരാമടോ, ഒപ്പിച്ചു തരാം. എന്തിനാണ് മുതലാളി ഈ വാശി? ആരോടാണ് ഈ വാശി? ഈ വാശിയൊക്കെ കാണിച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ്? ഒന്നേലൊരു തിരിയാണ്. എന്നിട്ടിപ്പൊ അതെവിടെ? വാസ്തവം വാസ്തവം. എടോ, ന്യായം പറഞ്ഞ് കുറവനായാലും കുറത്തിയാലും അംഗീകരിച്ച് കൊടുക്കണേ മുതലാളി. തന്റെ ഒരു കുറവനും കുറത്തി. അയാൾ എന്തിനാണ് തല്ലാൻ പോകുന്നത്? കല്യാണം ചോദിച്ചതിന് ഉത്തരം പറയാത്ത എന്താ? ആരാണ്ട് എന്നോ കൊന്ന്. ആരാണ്ട എന്റെ തന്തേനേനടി കൊന്നത്? ആയിക്കോട്ടെ, അതിന് നമ്മുടെ മകൻ എന്ത് പഠിച്ച്? അവര് കണ്ണീര് കുടിച്ച നിങ്ങളുടെ സങ്കടം തീരുവാ. നിങ്ങൾ പറഞ്ഞതുപോലെ ആ കോലം നിൽക്കണോടത്ത് നിങ്ങൾ കുളം കുഴിക്കേ, തോട് വെട്ടെ, എന്ത് വേണേ ചെയ്യ്. ആ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് രക്ഷിത്. കൊച്ചു പിള്ളാര് അതുങ്ങൾക്കിപ്പോ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. വഴക്കിടാനുള്ള പ്രായമായില്ല. അപ്പൊ നമ്മളും അവരെ കൂട്ടത്തിൽ കൂടിയേക്കണം. അല്ലാതെ പിന്നെ എന്താണ്? ശരി ശരി, ഞാനിപ്പോ എന്നാ വേണമെന്നാ നീ പറയണത്? എന്താടി ഈ കുറത്തി? ആ പിള്ളേരെ രണ്ടിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നു. പോയി വിളിച്ചോണ്ട് വരാനൊന്നും എനിക്ക് പറ്റുകയല്ല. മനസ്സുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാട്ടെ. വന്ന് കേറിയ ഇറക്കി വിടിയാലല്ല. ഇനി എന്നാ മുദ്രപത്രത്തിൽ എഴുതി തരണം. എങ്കി ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞാനും വരാം കല്യാണി. എങ്കി ഇനി ഒരു സത്യം പറയാല, അവരെന്റെ കുടിയിലില്ല. പിന്നെ വഴിയേ പോണത് കണ്ടപ്പോ വിളിച്ച് വന്നില്ല. അവര് കോലോത്തുണ്ട്. നമുക്കും പോയി വിളിച്ചോണ്ട് വരാം.
ഞാനും പൊക്കോട്ടെ. ഉം. എന്നാ വാ, നേരെ കളയണ്ട. ഞാനിത് മാറട്ടെ കല്യാണി. അയ്യോ എന്റെ കൊച്ചമ്മേ, ഇതൊക്കെ മതി. പോരാ പോരാ, ആദ്യമായിട്ട് സംബന്ധ വീട്ടിൽ പോകല്ലേ, തുണി ഉരിഞ്ഞിട്ടേച്ചും പോണം. അതാണ് അതിന്റെ ഒരു ഭംഗി, അവളുടെ ഒരു കുംഭാസ്. അറിഞ്ഞില്ലേ? വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? കോലോ നിന്നങ്ങോട്ട് കാത്തുന്നുണ്ട്. വരൂ, നല്ലൊരു കാഴ്ച കാണാം. വേഗം വന്നോളൂ. കോലോത്തിന് തീ വെച്ചു. ഈ കൈകൊണ്ട് എടോ താൻ. അതെ, ഈ ഞാൻ കോലോത്തിന് കാവലടക്കണേ ഞാൻ. വലിയ പ്രാട്ടിയുണ്ട് തീയില്, കൊച്ചമ്പ്രാട്ടിയുണ്ട് തീയില്. പിന്നെ തന്റെ മോനും വലിയ പ്രാട്ടി മുറിയില് മോഹന്റെ കൊച്ചപ്രാട്ടി ഒന്നിച്ചങ്ങട് തൂക്കി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കൊലോത്തിന് തീട്ടു പിടിക്കുന്നുണ്ട് ഇപ്പോ. എനിക്ക് പോണം. ഈ ശരീരം കത്തിക്കണം. തീ കിട്ടുന്ന മുമ്പ് വന്നോളൂ. ചാരായം മാറ്റണ്ടേ? വന്നോളൂ. തെളുതേളെ പൂമാന പന്തലി ലല്ലോ അണിയാണി അണിയാളെ ഉഴുത് മാറിച്ചേ മണ്ണീനെ മാറോട് ചേർത്തു. പണം കൊണ്ടു നേടാൻ കഴിയാത്ത പലതുമി മണ്ണിലുണ്ടെന്നൊരു സത്യം നമ്മളറിഞ്ഞൊരു യാത്ര. ഇവിടെ ഈ യാത്രയും ഇന്നു തീരാം. തിരികെ നടക്കാൻ കഴിയാത്ത യാത്ര, തിരിഞ്ഞു ചിന്തിക്കാൻ കഴിയാത്ത യാത്ര.